you so much. Okay. Thank you everyone for joining. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് എന്താണ് ഹൗ ടു ബി ഹാപ്പി ഇൻ യുവർ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം എന്നതുമായി ബന്ധപ്പെട്ട് ഹീലിംഗ് യുവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലേ, കഴിഞ്ഞ 5am ക്ലബ്ബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ 5am ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തത് പ്രകാരം Day 1 കംപ്ലീറ്റ് ചെയ്തു. Day 1 സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് Day 2 സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ നിങ്ങൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നോ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 5 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ടോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അതിന്റെ ഒരു യെസ് ഓർ നോ ജസ്റ്റ് കമന്റ് ഡൗൺ. യെസ് ഓർ നോ ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ടോ? എത്ര പേര് ഇട്ടിട്ടുണ്ട്? ഇട്ടിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എത്ര പേര് ഇട്ടെന്ന് എനിക്ക് അറിയണം. ഓക്കെ, ഗ്രൂപ്പിൽ ഇടാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ജസ്റ്റ് അത് അറിയിക്കുക. ഓക്കെ, ഗ്രൂപ്പ് നിങ്ങൾ ഇടാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് അതിൽ ഗ്രൂപ്പിൽ നിങ്ങൾ ലൈക്ക് അഡ്മിൻ ഓൺലി കേസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, അഡ്മിൻ ഓൺലി കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യേണ്ടത് എന്താണ്? സുസബീഹ പറയുന്നു നോ, മറന്നുപോയി. ഓക്കെ, മറന്നു പോകരുത്. എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഇടണം. ഇതൊരു ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നിങ്ങളെ ഞാൻ ഇതിനെ റിമൈൻഡ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു കണക്ഷൻ, ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അല്ലേ, ഒരു ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്ന പോലെ ഒരു ഫീലിംഗ്. ടീച്ചേഴ്സോ നിങ്ങളുടെ ലൈക്കിനോ മതപുരോഹിതന്മാരോ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ പറയുന്ന പോലെ ഒക്കെ എന്താ വെച്ചാൽ ഒരു കറക്റ്റായിട്ട് ഇന്നത് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഒരു സംഗതി പോലെയാണ്. ജസ്റ്റ് ഫോളോ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് റിസൾട്ട്. നിങ്ങൾ എത്ര മണിക്ക് എണീറ്റിട്ടത് ഒന്ന് കമന്റ് ചെയ്യൂ. ജസ്റ്റ് കമന്റ് ഔട്ട്. ഇന്ന് എത്ര മണിക്കാണ് എണീറ്റിട്ടുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ ചെക്കിംഗ് ആണ്. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നിങ്ങൾ അതിന് ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരും. എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ എത്ര മണിക്കാണ് എണീറ്റത്, ഞാൻ എത്ര മണിക്കാണ് ഇനി എണീക്കേണ്ടത്, അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എണീറ്റതിന് ശേഷം. ഓക്കെ, 3:55. ഓക്കെ, 3:55 എണീറ്റ് വരെയൊക്കെ ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങണം. ഉറങ്ങാതെ രാത്രി നേരത്തെ ഉറങ്ങിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എണീക്കേണ്ടത്. ഓക്കെ, 4:30 എണീറ്റു. അതേപോലെ തന്നെ 4:30 എണീറ്റു. ഓക്കെ, അമ്ന പറയുന്നു 5 മണിക്ക് എണീക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. 5 മണിക്ക് എണീക്കുന്നു. 4:50 എണീക്കുന്നു. കൺഗ്രാറ്റുലേഷൻ ഷാജി. അഞ്ജന 4:59. ഓക്കെ, വെരി ഗുഡ്. ഷെരീഫ ഷെരീഫ് എന്ത് ചെയ്യുന്നു? ഷെരീഫ് എത്ര മണിക്ക് എണീറ്റുള്ളത്? ഓക്കെ 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 യെസ്. സൈനബ് 4:35, 5:30. വെരി ഗുഡ്. സുവൈദ 4:30, 5:30. ഓക്കെ, വെരി ഗുഡ്. 4 മണി 4:30. ഓക്കെ, അപ്പം എല്ലാവരും 5:30 വളരെ കുറഞ്ഞ ആൾക്കാരെ വന്നിട്ടുള്ളൂ. എല്ലാവരും ഖദീജ കിഷേരി ഓക്കെ എണീറ്റിട്ടുള്ളത് 5:40 അത് നമുക്കൊരു 5 മണിക്കാക്കി കൂടെ. ഓക്കെ, 4 മണിക്ക് അമീർ ഷാബി. ഓക്കെ, 5 മണിക്ക് അലാറം ഒന്നും ഇല്ലാതെ എണീറ്റു. സമീന വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, ഐ എം സോ ഹാപ്പി ഫോർ യു. ആൻഡ് ഫാത്തിമ ഷിമിൽ. ഓക്കെ, സെലീന 5. ഓക്കെ, അസ്മ ഇബ്രാഹിം 4:30. ആരാണ് ഇവിടെ 6 മണിക്ക് എണീറ്റത്? ആരാ? സെലീന നമുക്കതൊരു 5 മണിക്കാക്കി മാറ്റണം കേട്ടോ. അപ്പോൾ 45 അത് 5 മണിക്കാക്കി മാറ്റണം. ഫൈസൽ 5 മണിക്കാക്കി മാറ്റണം. 6 മണി. എങ്ങനെ 5 മണിക്കാക്കി മാറ്റുന്നത്? ഒറ്റ കാര്യമാണ്, വേക്കപ്പ് അറ്റ് 5 പോസിബിൾ ആകണമെങ്കിൽ നിങ്ങൾ സ്ലീപ്പിംഗ് അറ്റ് 10 പോസിബിൾ ആവണം. അതായത് രാത്രി 10 മണിക്ക് ഉറങ്ങിയാലാണ് കാലത്ത് 5 മണിക്ക് കറക്റ്റായിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഹെൽത്തി ആയിട്ട് എണീക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങിയത് അതൊന്ന് കമന്റ് ചെയ്ത്. എത്ര പേര് 10 മണിക്ക് ഉറങ്ങി, അല്ലെങ്കിൽ 9 മണിക്ക് ഉറങ്ങി, 9:30 ഉറങ്ങി, 10 മണിക്ക് ഉള്ളിൽ ആണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. സത്യസന്ധമായി മറുപടി പറയാം കേട്ടോ. ഉള്ളതുപോലെ പറയാം. നിങ്ങൾക്ക് ബാഡ് ഫീൽ ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങൾ പറയരുത്. ഉള്ളതുപോലെ പറയും. ഉനൈസ് പറയുന്നു 12 മണിക്ക് ഉറങ്ങി. 10 മണിക്ക് ഉറങ്ങിയവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഷെരീഫ 10 മണിക്ക് ഉറങ്ങി. 11 മണിക്ക് അഞ്ജന, അതുകൊണ്ടാണ് വൈകിപ്പോയത്. ഓക്കെ, 2 AM. ആരണി 2 മണിക്ക് ഉറങ്ങിയ ആള് യൂസർ എന്ന പേര്. 2 മണിക്ക് ഉറങ്ങി, എന്നിട്ട് 4 മണിക്ക് 5 മണിക്ക് എണീറ്റു അല്ലേ? അടിപൊളി. ഓക്കെ, അധികം ഒന്നും കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറങ്ങാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, ബോഡി പെയിൻ ഉണ്ട്. ശ്രീഷ്മ ദാറ്റ്സ് ഓക്കെ. ശ്രീഷ്മ, ഐ അണ്ടർസ്റ്റാൻഡ്. ഹീലിംഗ് നടക്കുന്നതിലൂടെയാണ്. ഹീലിംഗ് ഇന്നലെ നടന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ബോഡി പെയിൻ വരുന്നത്. ഡോണ്ട് വറി, ബിക്കോസ് നമ്മുടെ കോഴ്സിൽ നിങ്ങളുണ്ടല്ലോ.
ഓക്കെ 11 PM ഹരിലാൽ, വെരി ഗുഡ്. അതൊരു 10 മണിയിലേക്ക് മാറ്റണം ഹരിലാൽ. ഓക്കെ, പ്ലീസ് ഡു ഇറ്റ്. സുവൈന 11 മണിക്ക് 10 മണിയിലേക്ക് പോട്ടെ സുവൈന. പിന്നെ അത് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അധിക സ്ത്രീകൾക്കും ചിലപ്പോൾ എന്താ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളിവിടെ കൾച്ചറിലൊക്കെ എപ്പോഴും അങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് പാർട്ണറെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് അവർ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വന്ന് നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഉറങ്ങാതിരിക്കുന്നവരുണ്ടാവും. പരമാവധി എന്താ വെച്ചാൽ നിങ്ങൾ 10 മണിക്ക് ഉറങ്ങണം എന്നുള്ള ആവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കുക. കാരണം 5 മണിക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ 10 മണിക്ക് ഉറങ്ങിയാലാണ് ഹെൽത്തി ആവുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫോൺ ഉപയോഗം കൊണ്ട് വൈകി പോകുന്നവരുണ്ടെങ്കിൽ അത് എന്തായാലും തിരിച്ചു പിടിക്കണം. എത്ര പേര് ഇന്ന് ഫോൺ ഉപയോഗിച്ചിട്ട് ഉറക്കം വൈകിപ്പോയി? അത് സത്യസന്ധമായിട്ട് പറഞ്ഞ് മീ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഫോൺ ഉപയോഗിച്ചിട്ട് വൈകിപ്പോയിട്ടുള്ള ആൾക്കാർ. ലൈല ഹാരിസ് 10 മണിക്ക്, കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്. ട്രെയിനർ നുസ്രത്ത് ഓക്കെ 9:30 ഉറങ്ങിയിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻ, ഐ എം സോ ഹാപ്പി ഫോർ യു. നേരത്തെ ഉറങ്ങുന്നവരാണ് എപ്പോഴും. 10 മണിക്ക് സുബൈദ മാം, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. 1:30 ഫൗസിയ. സോ ഡോണ്ട് ഡു ദാറ്റ്. ജസ്റ്റ് വർക്ക് കൊണ്ടാണോ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഉറങ്ങിയത്. 11:45 അറിയാതെ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ ഉറങ്ങിപ്പോയത്. 11 മണിക്ക് വേക്കപ്പ് അറ്റ് 4:47, സ്ലീപ്പ് അറ്റ് 11 PM. സലീന പോരാ, 10 മണിക്ക് ഉറങ്ങണം, എന്നാലേ 4:47 എണീക്കാനൊക്കെ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സലീന 9:45 ഉറങ്ങണം, എന്നാൽ ഓക്കെ 4:45 എണീക്കാം. 7 മണിക്കൂർ ഉറക്കം മിനിമം കിട്ടണം കേട്ടോ. 11:30 ബഷീർ വൈകി പോയിട്ടുണ്ട്, തിരിച്ചു പിടിക്കണം. 10:30 കിടന്നു, പക്ഷെ ഉറങ്ങുമ്പോൾ ടൈമായി ഉറക്കം വരുന്നില്ല. സമീന ടൈമായി പക്ഷെ ഉറങ്ങുമ്പോൾ ഉറക്കം വരുന്നില്ല. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് കിടന്നിട്ട് ഉറക്കം വരാത്ത ആൾക്കാരുണ്ട്, അവരെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. അതിലേക്ക് വരുന്നതിന് മുൻപ് കുറച്ച് ടിപ്സുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് പോകാം. കാരണം നമ്മളിത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാർക്കും ആ ഒരു പ്രശ്നം ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. സോ 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വീഡിയോയിൽ ഒരു നല്ലൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് വീഡിയോയിൽ തന്നെ വരിക. ഓക്കെ, പരമാവധി വീഡിയോയിൽ വരുന്ന ആൾക്കാരെ എനിക്ക് വേണം കേട്ടോ. ഐ വാണ്ട് നിങ്ങളിങ്ങനെ ചുമ്മാ 5 മണിക്ക് എണീറ്റിട്ടുണ്ട് ഇപ്പോഴും ഒരുമാതിരി എന്താ വെച്ചാൽ ഈ ഉറക്കം തൂങ്ങി ആ ഒരു ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇവിടെ കണ്ടില്ലേ ആബിദ മേമൊക്കെ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സോ ബി ഹിയർ വിത്ത് ഫ്രഷ് മോർണിംഗ് ലൈക്ക് ഫീലിങ്ങോട് കൂടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം. ഓക്കെ, വെരി ഗുഡ്. സമീർ പരപ്പൻ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അങ്ങനെയുള്ള ആൾക്കാർ, അതേപോലെ ഖദീജ കിഷേരി, ഓക്കെ വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. സോ പറഞ്ഞതുപോലെ ആരൊക്കെയാണ് വൈകി പോയത് മീ എന്ന് കമന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അതായത് ഫോൺ ഉപയോഗിച്ചിട്ട്. ബഷീർക്ക ഫോൺ ഉപയോഗിച്ചിട്ടാണ് വൈകി പോയത്. സമീർ പരപ്പൻ ഫോൺ ഉപയോഗിച്ചിട്ട് വൈകി പോയിട്ടുണ്ട്. മുഹ്സിന വൈകി പോയിട്ടുണ്ട്. കമർജാൻ വൈകി പോയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ തിരിച്ചു പിടിക്കണം. ഇനി ഒരൊറ്റ കാര്യം കൂടെ, നോട്ട് യൂസ്ഡ് ഫോൺ എക്സെപ്റ്റ് ഫോർ റിപ്ലൈങ് അർജന്റ് മെസ്സേജ്. നദ നോ, രാത്രി 10 മണിക്ക് ശേഷം ഒരു അർജന്റ് മെസ്സേജ് ഉണ്ടാവരുത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് അർജന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ രാവിലെ. ഇനി എമർജൻസി ആണെങ്കിൽ കോൾ, ഓക്കെ ദാറ്റ്സ് ഫൈൻ, ബിക്കോസ് അത്രയ്ക്കും എമർജൻസി ആയിരിക്കും, ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് ദാറ്റ്സ് ഫൈൻ. ഓക്കെ ഓക്കെ, വേറെന്താണ്? കിച്ചണിലാണ്. ഓക്കെ, ഉറങ്ങാനുള്ള ടൈം പറയൂ. 10 മണിക്കാണ് ഉറങ്ങാനുള്ള ടൈം, അതാണ് പറഞ്ഞത്. ഉറങ്ങാനുള്ള ടിപ്സ് പറയൂ അല്ലെ? ടിപ്സിലേക്ക് വരാം. ടിപ്സ് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് പല ടിപ്സുകളും പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ടിപ്സ് ഒന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അത് കുറച്ച് കൂടുതൽ നേരം തന്നെ എടുക്കുക. ഡീപ്പ് ബ്രീത്ത് കുറേ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള പല ഇംബാലൻസസും എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യപ്പെടും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു ടയർഡ്നെസ്സിലേക്ക് വരും. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻസ് സംഗതികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. മിനിമം ഒരു 30 പ്രാവശ്യമെങ്കിലും എടുക്കുക. ഒരു 20 പ്രാവശ്യം എടുക്കാൻ പറ്റിയ ബെസ്റ്റ്. 30 പ്രാവശ്യം എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആരെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി സ്ട്രെസ് ഫ്രീ ആവണം എന്നുള്ളതാണ്. അപ്പം ബോഡിയിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യണം. അപ്പൊ അതിന് പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ ഹീലിംഗ് പ്രോഗ്രാമുകളിലും നമ്മളുടെയൊക്കെ കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾ വരിക. എന്ത് ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ബോഡി നന്നായിട്ട് പരമാവധി ഹീലിങ്ങിലൂടെ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉറക്കം ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വരും. മറ്റൊരു കാര്യം എന്താണ്, പ്രത്യേകിച്ച് നമ്മുടെ EFT ടാപ്പിംഗ്
തെറാപ്പിയൊക്കെ ചെയ്തിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. പിന്നെ ചില ഭക്ഷണത്തിലൊക്കെ പറയുന്നുണ്ട്, കാലിന് താഴെ, കാൽ വെള്ളയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എണ്ണ തേക്കുന്നത്, ജസ്റ്റ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കാൽ താഴെ തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നിങ്ങൾക്ക് ഉറക്കം കൊണ്ടുവരാൻ സഹായിക്കും കിടക്കുന്നതിന് മുൻപ്. പിന്നെ ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, അതേപോലെ തെറാപ്പീസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഹീൽ ചെയ്തിട്ട് നല്ല ചിന്തകൾ കൊടുക്കുക. ഇനി ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഉടൻ എന്ത് ചെയ്യും, ബോഡി റിജക്ട് ചെയ്യും. ബോഡിക്ക് താല്പര്യം ഉണ്ടായാലും ബോഡി റിജക്ട് ചെയ്യും. ഒരു ജസ്റ്റ് അരണ്ട വെളിച്ചത്തിൽ, കുറച്ച് ചെറിയ വെളിച്ചത്തിൽ എനിക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, പുസ്തകത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉറക്കം വരുന്ന അവസ്ഥ ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. സോ ഡു ദീസ് കൈൻഡ് ഓഫ് പ്രാക്ടീസസ്. എന്താ പറയുക, കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുറച്ച് നേരം ഒരു ബുക്ക് എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് നോക്കിയിരുന്നാൽ തന്നെ, വായിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പൊ വായിക്കാൻ രണ്ട് ഗുണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ വായനയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബുക്ക് ആവരുത് കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഇൻട്രസ്റ്റ് ആവുന്ന, ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കഥകളുള്ള ബുക്കാവരുത്. അതാവുമ്പോൾ ഉറക്കം മൊത്തം പോകും. അങ്ങനെയാവരുത്. ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അത്ര ഇൻട്രസ്റ്റ് അല്ലാത്ത ചില അറിവുകളൊക്കെ കിട്ടുന്ന, പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ എന്താ പറയാ, അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ പ്രകാരമുള്ള, അല്ലെങ്കിൽ ഖുർആൻ, അല്ലെങ്കിൽ ഭഗവത്ഗീത, അല്ലെങ്കിൽ ബൈബിൾ, ഇങ്ങനെയുള്ള സംഗതികളൊന്നും പൊതുവെ ആൾക്കാർക്ക്, എല്ലാവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പൊതുവെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ അത്ര വലിയ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാറില്ല. ചില ആൾക്കാർ നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്യും. കാരണം ഒരു അത്രയ്ക്കും വിശ്വാസത്തെ പരിശുദ്ധമായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ കാണുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് രണ്ട് ഗുണം കിട്ടും. നിങ്ങളുടെ മനസ്സിനൊരു ആത്മീയപരമായിട്ടുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യും ഇത് ചെയ്യുന്നതിലൂടെ. ചിലപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ വെച്ചാൽ ഉറക്കം വരുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ അത് എത്തിച്ചു വരും. എനിവേ യൂസ് ദാറ്റ്. എന്താണെങ്കിലും രണ്ട് ഗുണമുണ്ടാവും. ഓക്കെ, എനിവേ യൂട്ടിലൈസ് ദാറ്റ്, ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. എന്താണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ട്രൈ. ഡോണ്ട് യൂസ് സ്ലീപ്പിംഗ് പിൽസ്. അതിന്റെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്ലീപ്പിംഗിലേക്ക് പോകാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, പകൽ സമയത്ത് ഉറക്കം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, കുറക്കുക. പകൽ സമയത്ത് ഉറക്കുന്നത് കുറക്കുക. രണ്ടാമത്തത്, നന്നായിട്ട് കുറച്ച് ശരീരം അനങ്ങുന്ന രീതിയിൽ കുറച്ച് ജോലി ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി കുറച്ച് ടയർഡ് ആയിരിക്കും. ആ ഒരു ഇതിൽ എന്ത് ചെയ്യും, റെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. സോ യൂട്ടിലൈസ് എനി ദീസ് കൈൻഡ് ഓഫ് ടിപ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, പിന്നെ സ്ലീപ്പിലേക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ, ടിപ്സുകൾ ഷെയർ ചെയ്യുന്ന കുറേ പോയിന്റ്സുകൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്ലൈ ദാറ്റ് ടെക്നിക് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഇനി അപ്പോ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് ഒരു നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിലേക്ക് എല്ലാവരും വരിക. 5 മണിക്ക് എണീക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. വാട്ട് ഇസ് ടോപ്പിക്? നമ്മുടെ ടോപ്പിക് എന്താണ്? ഇന്നത്തെ ടോപ്പിക് വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സൈക്കോളജിയിലെ ഡിഫറൻസും, അതേപോലെ തന്നെ എങ്ങനെയാണ്, ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ കുറച്ച് ബാക്കി കൂടെ നമ്മൾ ഇന്ന് മിക്സ് ചെയ്തിട്ട് പറയും. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ചൈൽഡ്ഹുഡ് ട്രോമാസ് എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് പറയും. സോ ആർ യു റെഡി ഫോർ ടുഡേസ്? നിങ്ങളുടെ ഫാമിലി ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം, നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം, നിങ്ങളുടെ ഒരു സെക്ഷൽ ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം, നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് പാർട്ണറുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് ബെറ്റർ ആയിട്ട് പോകാൻ പറ്റും, നിങ്ങളുടെ വഴക്കുകൾ എങ്ങനെ കുറക്കാൻ പറ്റും, നിങ്ങളുടെ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ട്രോമയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡൗൺ ആയി പോകും, നിങ്ങളുടെ എനർജി ലോ ആയി പോകും. അങ്ങനെ എനർജി ലോ ആകുന്നതിനനുസരിച്ച് നിങ്ങളുടെ മൂഡ് ചേഞ്ച് വരും. മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല, പ്രോപ്പറായിട്ട് നല്ല രീതിയിലേക്ക് ബിഹേവ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് റിലേഷൻഷിപ്പിൽ വലിയ സ്ട്രഗിൾസ് ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? നല്ല രീതിയിൽ പെരുമാറാൻ കഴിയില്ല. എന്താ കാര്യം? മൂഡ് സ്വിങ്സ് ആണ്. മൂഡ് സ്വിങ്സ് വരാനുള്ള കാര്യം എന്താണ്? നമ്മളുടെ ബോഡി സ്ട്രെസ്ഡ് ആണ്. നമ്മളുടെ നെർവസ് സിസ്റ്റം കാമല്ല, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? എപ്പോഴും പറയുന്നതാണ്, ഹീലിംഗ് ആണ് ഇതിനൊക്കെ സൊല്യൂഷൻ. ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രോമാസിനെ ഹീൽ ചെയ്യുക. ചെറുപ്പകാലം മുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ്, നമ്മളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ്, പാസ്റ്റ് ലൈഫിൽ നമ്മളുടെ ട്രോമാസ്, ഐ മീൻ ജനറേഷൻ ലെവലിൽ നമുക്ക് ലഭിക്കുന്ന ട്രോമാസ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. വാട്ട് ആർ ദ ഡിഫറൻസസ്? മെയിൻലി സൈക്കോളജിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ എന്ന് വെച്ചാൽ എന്തെല്ലാം ഡിഫറൻസുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ സൈക്കോളജിയിലുള്ളത്? ഏറ്റവും പ്രധാനം, നമ്മൾ ഈ ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ റിലേഷൻഷിപ്പ് എന്താകാൻ പറ്റും, സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള
സ്ത്രീക്കും പുരുഷനും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളെ കാണുന്നത്, ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർ ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. പുരുഷൻ ഫീൽ ചെയ്യുന്നത് പോലെയല്ല സ്ത്രീകൾ ഫീൽ ചെയ്യുക. ആ ഫീലിങ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഫീലിങ്സിനനുസരിച്ചാണ് അവരുടെ ബിഹേവിയർ പുറത്തു വരുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹം പ്രോസസ്സ് ചെയ്യുന്ന രീതി, സ്ത്രീകൾക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുന്ന രീതിയും രണ്ടാണ്. പുരുഷന്മാർ ആരോടും ചിലപ്പോൾ സംസാരിച്ചോളണമെന്നില്ല. പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കണം. ഓക്കെ, മാസ്കുലിൻ എനർജി കൂടുതലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് പുരുഷന്മാർ, മാസ്കുലിൻ എനർജിയാണ് പുരുഷന്മാർക്കുള്ളത്, സ്ത്രീകൾക്ക് ഫെമിനൈൻ എനർജിയാണ്. ദർ ഈസ് എ ബിഗ് ഡിഫറൻസ് ഇൻ ദാറ്റ്. ആ ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ മാസ്കുലിൻ എനർജിയും ഫെമിനൈൻ എനർജിയും രണ്ടാളിലും ഉണ്ട്. രണ്ട് എനർജിയും രണ്ടാൾക്കാരിലും ഉണ്ട്. പക്ഷെ മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരു 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 ഹണ്ടിങ് എനർജി, ഒരു ഹണ്ടേഴ്സ് എനർജിയാണ്. മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡാണ്. ആരുടേത്? മാസ്കുലിൻ മൈൻഡ് എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ പൊതുവെ ചില പ്രശ്നം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർ പൊതുവെ എന്താ സംഭവിക്കുന്നത്, അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. അതെങ്ങനെ സോൾവ് ചെയ്യണം? ലോജിക്കലിയാണ് ഇവർ ചിന്തിക്കുക. കാരണം ഇവരുടെ മൈൻഡ് ലോജിക്കലിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അത് സോൾവ് ചെയ്യുന്നതിന് മുൻപ് അത് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ പ്രോബ്ലം എന്ത് ചെയ്യണം? പറയണം. അത് പറഞ്ഞിട്ട് അത് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് ഓപ്പോസിറ്റുള്ള ആൾ അത് കേൾക്കണം. അത് കേട്ടിട്ട് എന്ത് ചെയ്യണം? അയാൾ ഓക്കെ അംഗീകരിക്കണം, അതിനെ വാലിഡേറ്റ് ചെയ്യണം, ശരിയാണത് എന്ന് പറയണം. അപ്പോഴാണ് ഇവരുടെ പ്രശ്നം തീരുന്നുള്ളൂ. സ്ത്രീകളുടെ പ്രശ്നം എപ്പോഴാണ് തീരുന്നത്? ഇത് പറയണം, ഇവർക്ക് പറയണം. അത് ഇങ്ങനെ പറയാ, ലൈക്ക് ദേ ആർ റിപ്പോർട്ടേഴ്സ്. അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇല്ല, അവർക്ക് എന്തൊരു സംഭവത്തിനെ കുറിച്ചും ഒരു എസ്സേ ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. They want to talk about it. When they talk about it, when they report, they feel so good. ഓക്കെ, ഇത് എല്ലാ സ്ത്രീകളിലും ഉണ്ട് എന്നല്ല പറയുന്നത്, പൊതുവെ കാണുന്നതാണ്. പൊതുവെ കാണുന്ന എല്ലാ സ്ത്രീകളും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ജീവിച്ചിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച്, പ്രത്യേകിച്ച് നമ്മൾ എന്ത് ട്രോമയിലൂടെയാണോ കടന്നുപോയത്, ട്രോമയിലൂടെ കടന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളിലാണെങ്കിലും ഇതിന്റെ ഡിഫറൻസസ് ഉണ്ടാവും. ചില സ്ത്രീകൾ ഇങ്ങനെയൊന്നും ഷെയർ ചെയ്യില്ല. ചില സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ ഫിക്സേഴ്സ് ആയിട്ട് മാറും, പ്രോബ്ലം സോൾവേഴ്സ് ആയിട്ട് മാറും, ലോജിക്കൽ തിങ്കേഴ്സ് ആയിട്ട് മാറും. എന്താ കാരണം? അവർ കടന്നു പോയിട്ടുള്ള ട്രോമ കൊണ്ട് അവർക്ക് ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ചിലപ്പോൾ തുറന്നു പറയുന്ന സ്വഭാവം അവർക്ക് ഉണ്ടാവില്ല, കൂടുതൽ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യും, ചലഞ്ചസ് വരും. അപ്പൊ അത് മനസ്സിലാക്കണം. ട്രോമ കൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് ആ ഡിഫറൻസസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഫെമിനൈൻ എനർജിയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ കൂടുതൽ നെർച്ചറിങ് സ്വഭാവമുള്ളവരാണ്. നാച്ചുറലി സ്ത്രീകൾ കൂടുതൽ എന്ന് വെച്ചാൽ നെർച്ചറിങ് സ്വഭാവം, നഴ്സിംഗ് സ്വഭാവമുള്ളവരാണ്. എന്ത് നഴ്സിംഗ് സ്വഭാവം? പരിപാലന സ്വഭാവം. ഓക്കെ, അതുകൊണ്ടാണ് ഇവർക്ക് എന്താ വെച്ചാൽ ഇവർ പ്രഗ്നന്റ് ആവുന്നതും, ഇവർ പ്രഗ്നന്റ് ആയിട്ട് ഇവർക്ക് എന്താ വെച്ചാൽ എന്നിട്ട് ഡെലിവറി നടന്നിട്ട് ഇവരെ പരിപാലിക്കുന്നത് ഇവരാണ്. നാച്ചുറലി കാലങ്ങളായിട്ട് ആ ഒരു മെത്തേഡിലാണ് പോകുന്നത്. ഇവർക്ക് ജോലിക്ക് പോയിട്ട് ഇവർ വീട്ടിലേക്ക് ഭക്ഷണം അല്ലെങ്കിൽ സംഗതികൾ കൊണ്ടുവരിക എന്നുള്ളതിനെക്കാട്ടും നാച്ചുറലി ഇവർക്ക് എന്തായിരിക്കും, ഇവർക്ക് മക്കളെ വളർത്തി അവരെ മക്കളെ നോക്കുന്ന സംഗതി അതിൽ താല്പര്യം ഉണ്ടാവും. നാച്ചുറലി എങ്ങനെയാണ് പൊതുവെ അവർക്കൊരു കെയറിങ് സ്വഭാവമുണ്ട്. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കില്ലാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സ്കില്ല് നാച്ചുറലി അവർക്ക് കുറവായിരിക്കും. പക്ഷെ അവർക്ക് നല്ല ബോണ്ടിങ് ഉണ്ടാവും, നല്ല സ്നേഹം ഉണ്ടാവും, കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷെ നാച്ചുറലി അവരെന്താണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും? അവർ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും? അവർക്ക് ദേ വാണ്ട് ടു ഗോ ആൻഡ് ഹണ്ട്. ഈ രണ്ട് ക്വാളിറ്റിയും രണ്ടാളിലും ഉണ്ട്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് രണ്ടുപേരിലും ഉണ്ട്. ഓക്കെ, രണ്ട് പേരിലും ഈ പ്രോബ്ലം സോൾവ് അവർക്ക് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും. അത് അവരുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ സംസാരിക്കാൻ കഴിയും. ഓക്കെ, ശരിയാണോ? അപ്പൊ ശ്രദ്ധിച്ചു നോക്കൊണ്ട് അവരെപ്പോഴും പെട്ടെന്നാണ് കുട്ടികളിലേക്ക് എന്ന് വെച്ചാൽ അങ്ങ് നാച്ചുറലി ഇണങ്ങുന്നു. കുട്ടികളെ കൊഞ്ചിക്കുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, പുരുഷന്മാർ ചിലപ്പോൾ കൊഞ്ചിക്കുന്ന രീതി വേറെ ആയിരിക്കും. ഒരു കുറച്ച് റഫ് ആയിട്ടുള്ള രീതിയിലോ കുറച്ച് ടഫ് ആയിട്ടുള്ള രീതിയിലോ കുറച്ച് പരിഹസിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. സ്ത്രീകൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ എന്ന് വെച്ചാൽ സ്നേഹിച്ച് സമാധാനിപ്പിച്ച്. ഏറ്റവും രസകരമായ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീകൾക്ക് എപ്പോഴും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക സ്ത്രീകളെയാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഇമോഷണലി പെട്ടെന്ന് കണക്ട് ഉണ്ടാവും.
സെയിം എനർജിയിലുള്ള ആൾക്കാർ സെയിം എനർജിയും പെട്ടെന്ന് കണക്ട് ആവും. എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ മനസ്സിലാക്കാൻ പാടാണ്. ഈവൻ രസകരമായ ഒരു കാര്യമുണ്ട്. ഒരു സീന് ഞാൻ കണ്ടതാണ്. ഒരാൾ ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അതേപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇവരെന്താ ഇങ്ങനെ എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇതുകൊണ്ടാണ് എന്ന് വെച്ചാൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു പയ്യൻ ഭയങ്കരമായിട്ട് ഒരുപാട് പേരെ പ്രണയിച്ചതിന് ശേഷം ഇതൊക്കെ ഈ പ്രണയിക്കുന്ന പ്രണയങ്ങളൊക്കെ ബ്രേക്കപ്പ് ആയി പോവുക, തകർന്നു പോകും. അങ്ങനെ പ്രണയിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു സ്ത്രീയെ കണ്ടുപിട്ടിട്ട് ആ സ്ത്രീയോട് പറയും, നിങ്ങൾ സ്ത്രീകൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു. നിങ്ങളെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിങ്ങളെന്താ ഇങ്ങനെ പെരുമാറുന്നത്, നിങ്ങൾക്ക് ഇടക്കിടക്ക് ലൈക്കിനോ നമ്മൾ പറയുന്നത് ഒന്നും അല്ല. അപ്പൊ അങ്ങനെ ഈ സ്ത്രീ എന്താ വെച്ചാല് ഇവരുടെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു സ്വകാര്യം പറഞ്ഞുതരാം, അത് സത്യം പറഞ്ഞത്. ഇവരെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം നിങ്ങൾ അറിഞ്ഞാൽ മതി, അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്താന്ന് ചോദിച്ചു. അപ്പൊ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ സീക്രട്ട് ആണ്, ഇതാരോടും പറയരുതെന്ന് പറഞ്ഞായിക്കോട്ടെ. അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ മനസ്സിലായിട്ടില്ല, ഇതാണ് സീക്രട്ട്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ മനസ്സിലായിട്ടില്ല. ഇതൊരു റിയാലിറ്റിയാണ്. കാരണം അത്രയ്ക്കും കെമിക്കൽ ചേഞ്ച് അവരുടെ ശരീരത്തിൽ നടക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വുമൺ. യെസ്, ദാറ്റ്സ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അവരെ ലോജിക്കലി മനസ്സിലാക്കാൻ അത് കാരണം അവർ തന്നെ ഇമോഷണലി ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകും. കാരണം അവർക്ക് തന്നെ അറിയില്ല, ദേ ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് കെമിക്കൽ ചേഞ്ചസ്. അപ്പൊ അത് ഫീൽ ചെയ്യാനേ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ പുരുഷന്മാർ പലപ്പോഴും ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കും തോറും അവരെ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കും, അവരെന്താ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാൻ കഴിയില്ല. യു കനോട്ട് ഫിക്സ് ദാറ്റ് ഈസിലി. അവിടെ എന്താ ചെയ്യാൻ പറ്റുക, കടന്നു പോവുക എന്നുള്ളതാണ്. അവർ ഫീൽ ചെയ്യുന്നത് പോലെ ആ ഫീലിങ്സിനെ മനസ്സിലാക്കി കടന്നു പോകാനുള്ള ഒരു സിറ്റുവേഷൻ. ഇത് എല്ലാവരുടെയും കേസിൽ ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. നൗ ലോട്ട് ഓഫ് ചേഞ്ചസ് ആർ ഹാപ്പനിങ്. കാരണം ഫുഡ് ഹാബിറ്റ്സിന്റെ പുറത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ട്രോമകൾ കടന്നു പോകുന്നതിലൂടെ ചേഞ്ചസ് ഉണ്ടാകുന്നു, കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എഡ്യൂക്കേഷൻസും അവയർനെസ്സും ഉണ്ടായതുകൊണ്ട് അതിന്റെ പേരിൽ ചേഞ്ചസ് ഉണ്ടാകും. ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ. ബട്ട് ദി തിങ് ഈസ് ലൈക്ക് സ്റ്റിൽ ഇറ്റ്സ് എ കോംപ്ലക്സ് സിറ്റുവേഷൻ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. വൈ? കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ഈ പുരുഷന്മാർ പ്രോസസ്സ് ചെയ്യുന്നു ഡിഫറെന്റ്ലി ആണ്. കാരണം പലരും പല രീതിയിലാണ് ട്രോമയിലൂടെ കടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാനിങ്ങനെയാണ്, എനിക്കിതാണ്. നോ, ദ തിങ് ഈസ് ലൈക്ക് കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. നമ്മൾ എന്താണെന്നുള്ളത് സെൽഫ് അവെയർ ആവുക. അത് നിങ്ങളുടെ കേസാണ്, ഇതൊരിക്കലും ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് മെൻ ടെൻഡ് ടു ബി മോർ സൊല്യൂഷൻ ഓറിയന്റഡ് ആൻഡ് ഡയറക്റ്റ് കോൺവെർസേഷൻ. പുരുഷന്മാർക്ക് പൊതുവെ എങ്ങനെയാണ് ഡയറക്റ്റ് കോൺവെർസേഷൻ ഇഷ്ടം. കാര്യങ്ങൾ എന്ത് ചെയ്യണം, അപ്പോ പറയണം, ക്ലിയർ ആയിട്ട് പറയാം. സ്ത്രീകൾക്ക് എങ്ങനെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുമോ? ഇല്ല. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നവരല്ല. സ്ത്രീകൾ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓഫൻ സീക്ക് ഇമോഷണൽ കണക്ഷൻ വാലിഡേഷൻ ത്രൂ കമ്മ്യൂണിക്കേഷൻ. അവർക്ക് എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് എന്താ വേണ്ടത്? ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്. എന്താ വേണ്ടത്? ഐസ്ക്രീം വേണം എന്നാണെന്നുണ്ടെങ്കിൽ സ്ത്രീ പറയണ ഒരു ഐസ്ക്രീം വേണം എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീ അത് പറയുന്നത് ഐസ്ക്രീം വേണം എന്നല്ല പറയാ. പുരുഷനാണെങ്കിൽ എന്താ പറയാ, എനിക്ക് ഐസ്ക്രീം വേണം, സിമ്പിൾ. പുരുഷനതാ പറയാ, എനിക്ക് ഐസ്ക്രീം വേണം. ഓക്കെ, ഐസ്ക്രീം. അപ്പൊ ഐസ്ക്രീം കിട്ടിയ അവരുടെ പ്രശ്നം തീരും. സ്ത്രീ അങ്ങനെ അല്ല പറയാ, ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞില്ല, വേറെ എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എന്ത്, അവിടെ എന്തോ വേണം. എന്തെന്ന് നമുക്കും അറിയില്ല, അവളും ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്ത്, അവൾക്ക് വേണ്ടുന്ന ഐസ്ക്രീം ആണെന്നുള്ളത്.
അപ്പോൾ അവരുടെ ഫീലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശരിയായ ബുദ്ധിമാനാണെങ്കിൽ, നിങ്ങൾ ശരിയായ ആണാണെങ്കിൽ, നിങ്ങൾ ശരിയായ പുരുഷനാണെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ, എനിക്കത് കൊണ്ടു തരുമ്പോഴാണ് നിങ്ങൾ എൻ്റെ ശരിക്കുള്ള പുരുഷൻ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദാറ്റ് മേക്സ് മീ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നടക്കൂ? ഇത് പുരുഷന്മാരുടെ അടുത്ത് നടക്കൂല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയല്ല. എല്ലാവർക്കും അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞു. പൊതുവെയുള്ള കേസാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയല്ല. സ്ത്രീകളിലും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുന്നവരുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയും. അതിന് റീസൺസ് ഉണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ആയി പോകുന്നു എന്നുള്ള റീസൺസ്. അപ്പം ചില സ്ത്രീകൾ കുറച്ചുകൂടെ ഇമോഷണൽ കണക്ഷൻ ആണ് അവർക്ക് വേണ്ടത്. ഇവിടെ അധിക സ്ത്രീകൾക്ക് വേണ്ടത് വെച്ചാൽ ദേ വാണ്ട് കണക്ഷൻ. ഇത് മോശമല്ല കേട്ടോ, ഇത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് എക്സ്പ്രസിങ് ദംസെൽഫ്. സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയാം. അപ്പൊ കുറെ കാലം അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കൽ, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കൽ എന്താണ് പുരുഷന്മാർ ചെയ്യേണ്ട ഒരു കാര്യം. വി നീഡ് ടു ഒബ്സർവ് ദം. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർക്ക് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിലും ആ സമയത്ത് എന്താ വേണ്ടെന്ന് അറിയൂ. ഒരു കാര്യം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അവർ കേൾക്കുന്ന സമയത്ത് 100% ഇത്ര ബേസിക് ആയിട്ട് ഇത്ര ചെയ്താൽ മതി. അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡിൽ അവരെ കേൾക്കുക. അവിടെ പോയിട്ട് ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. അവർക്ക് ഫിക്സ് ചെയ്യുന്ന ഇഷ്ടമല്ല. മിനിമം ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജസ്റ്റ് കേൾക്കുക. ഐസ്ക്രീമിന്റെ കാര്യം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതൊരു ഇതായിട്ട് എടുക്കണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് കേൾക്കുക, അവരെ കേൾക്കുക. They want you to listen. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക ആ നേരത്തെ പ്രത്യേകിച്ച്. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ, കേൾക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, കേട്ടാ മതി. കേട്ടിട്ട് എന്ത് ചെയ്യണം? ആ അങ്ങനെയാണോ? ഓ, അപ്പൊ ഒരു സങ്കടകരമായ ഒരു കാര്യം പറയുന്ന സമയത്ത് ശരിക്കും അങ്ങനെയാണോ? ആ ശരിയാണല്ലേ. അപ്പൊ അതിങ്ങനെ കേട്ട് അതിനോട് ഇങ്ങനെ ചേർന്ന് നിന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു സ്ത്രീയും സംസാരിക്കുന്ന ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അവിടെ കയറി സംസാരിക്കില്ല. അത് മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് അതിനിടയിൽ എന്ത് ചെയ്യും? അതേ ഫീലിംഗിലേക്ക് എന്ത് ചെയ്യും? ആ ഫീലിംഗിനെ ഹാപ്പി ആക്കുന്ന തരത്തിൽ എന്ത് ചെയ്യും? അതിനെ ഒന്നുകൂടി അംഗീകരിക്കും. റീഫ്രെയിം ചെയ്യാന്ന് പറയും. അത് തന്നെ പറയാം. എന്താണോ പറഞ്ഞത്, അവര് പറഞ്ഞ സംഗതി ഓ അങ്ങനെയാണല്ലേ എന്ന് പറയും. അല്ലെങ്കിൽ എന്നിട്ട് കുറച്ച് അവർ പറയുന്ന വിഷയത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുക. 100% പ്രസൻസ് ഓഫ് മൈൻഡിൽ കേൾക്കുക. ആ നേരത്തെ അവർ പറയുന്ന സമയത്ത് ഇങ്ങനെ ഫോണിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കഴിഞ്ഞ് തീരുമാനമായി. അതോടുകൂടി തീരുമാനമായി. മനസ്സിലാവും? അതോടുകൂടി തീരുമാനമായി. എന്തായി? എന്നെ കേൾക്കുന്നില്ല, എന്നെ വാലിഡേറ്റ് ചെയ്തില്ല. രണ്ട് കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ. ഇന്റിമസി, കണക്ഷൻ വേണം കേട്ടോ. കറക്റ്റ്. ഒന്നും മിണ്ടാതെ, സീനത്ത് മാം പറഞ്ഞോട്ടോ, ഒന്നും മിണ്ടാതെ കേട്ട് നിന്നാലും മതി, കുഴപ്പമില്ല. കേൾക്കണമെന്നേ ഉള്ളൂ കണ്ടോ. ഇതാണ് അവരുടെ ആവശ്യം. നമുക്കതൊന്നുമല്ല, നമുക്ക് കേൾക്കണമെന്നൊന്നുമില്ല. നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടിയാൽ, നമുക്കൊരു ടെൻഷൻ വന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതവിടെ സൊല്യൂഷൻ വേണം. വി നീഡ് സൊല്യൂഷൻ. വി ആർ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ നോർമലി അങ്ങനെയാണ്. അപ്പൊ സ്ത്രീ ഒരു കാര്യം ഇങ്ങനെ, പുരുഷൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് വി ആർ പ്രോബ്ലം ഫിക്സേഴ്സ്. ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്താ സ്ത്രീ? എന്റെ ഈ സങ്കടം കേൾക്കുകയല്ല, എന്റെ ഈ വിഷമം കേൾക്കല്ല, എനിക്ക് പറയാനുള്ളത് കേൾക്കല്ല. നിങ്ങൾക്ക് വേണം ഇത് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകണം. ഈഗോടി അവർക്ക് നമ്മൾ അവിടെ ജസ്റ്റ് അവരുടെ കൂടെ ഇരിക്കുകയാണ് അവർക്ക് വേണ്ടത്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് കേൾക്കണം നമുക്ക് വേണ്ടത്. എങ്കിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. പക്ഷെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പുരുഷന്മാർക്ക് അധികം ഇരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് പുരുഷന്മാർ എന്ത് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ രണ്ടുപേരും ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പതുക്കെ വരിക. പുരുഷന്മാർ പരമാവധി അവർക്ക് കേൾക്കാൻ പറ്റുന്നത്ര കേൾക്കുക. സ്ത്രീകൾ എന്ത് ചെയ്യാൻ? ചില സ്ത്രീകൾ എന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരുമല്ലോ, ഒരു ചാൻസ് കിട്ടും. വേറെ കുറെ കാലമായിട്ട് കിട്ടാതിരിക്കണേ, ചാൻസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? മൊത്തം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഇത് വെൻഡിങ് എന്ന് പറയും. വെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കിട്ടിയ ചാൻസിൽ എന്താ വെച്ചാൽ അത് കൊണ്ടുപോയിട്ട് തട്ടാന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ അവസാനം അയാൾക്ക് എന്തോ താങ്ങാൻ കഴിയില്ല. കാരണം പുരുഷന്മാർക്ക് താങ്ങാൻ കഴിയൂല. അത്രയും വലിയ ക്ഷമ ഉണ്ടാവില്ല, അത്രയും പ്രോസസ് ഉണ്ടാവില്ല, അത്രയും കാര്യങ്ങൾ ചെയ്യാനില്ല. അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ കിട്ടിയ ഒരു ചാൻസിൽ നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയാം. ആ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്നത് നമ്മുടെ സ്ട്രെസ് കൊണ്ടാണ്. സ്ത്രീകൾ എത്ര കണ്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുക, അത്ര കണ്ട് ഇവർക്ക് സംസാരിക്കേണ്ടി വരും. എത്ര കണ്ട് സ്ട്രെസ്സിലുണ്ടോ അത്ര കണ്ട് സംസാരിക്കും. അപ്പൊ ഈ സ്ട്രെസ് എവിടെ നിന്ന് വരുന്നതാണ്? ട്രോമ ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കൂടുതലായി പോകുന്നത്. ഇമോഷണലി
നിങ്ങൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ഒരുപാട് പ്രോസസ്സ് ചെയ്യാനുണ്ടാവും. ഈ പ്രോസസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പൊതുവെയുള്ള മെത്തേഡ് ഷെയറിങ്ങിലൂടെയാണ്, സംസാരത്തിലൂടെയാണ്. അപ്പൊ അത് സംസാരം മാത്രമാവരുത്, നിങ്ങൾക്ക് അത് വേറെ രീതിയിലേക്ക് മാറാം. കാരണം ബ്രെയിനിൽ ഒരുപാട് ചിന്തകൾ കടന്നു വന്നു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയാതെ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യണം, എഴുതണം. എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. അത് വേറൊരു എനർജിയാക്കി കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യുന്ന എഴുത്തിലൂടെ ആവാം, സംസാരത്തിലൂടെ ആവാം. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ദേ വാണ്ട് എ ഹ്യൂമൻ ബീങ് ടു കണക്ട്. ഇനി അടുത്തൊരു കാര്യം, സ്ത്രീകൾക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയാലും മതി, ഭർത്താവിന് തന്നെ കിട്ടണമെന്നില്ല, അത് ചിന്തിക്കരുത്. പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഇയാളോട് തന്നെ പറയണം. കാരണം നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അയാളോട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് തന്നെ പറയാൻ തോന്നുന്നു. അയാളോട് കണക്ഷൻ ഫീൽ ചെയ്തുകൊണ്ട് ആ ട്രസ്റ്റ് സേഫ്റ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, കിട്ടുന്ന ആളുണ്ടല്ലോ, അത് ഭർത്താവേ ഉള്ളെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭർത്താവിന് താങ്ങുന്നതിന് പരിധി ഉണ്ടാവും. അവിടെ എന്താ വേണ്ടത്, ഷെയർ ചെയ്യാൻ ഒരു പാർട്ണർ, ഒരു ഫ്രണ്ട്, കൂടെ പഠിച്ച ആൾക്കാരോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന അയൽപ്പക്കത്തെ ആൾക്കാർ. പണ്ടൊക്കെ സ്ത്രീകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലൈക്ക് അയൽപ്പക്കക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാവും. ഇവരിടയ്ക്കിടയ്ക്ക് കൂടി സംസാരിക്കുന്ന സമയത്ത് ദിസ് ഈസ് എ ബെസ്റ്റ് തെറാപ്പി ഫോർ ദം. അത് തെറാപ്പിയാണ്, അത് ഹീലിംഗ് ആണ്, അതാണ് കൗൺസിലിംഗ്. അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിൽ ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ ഫ്രീ. ഇവിടെ ഉള്ള കുറേ ഒരുക്കൂട്ടി വെച്ച് ചിന്തിച്ചു കൂട്ടി രാവിലെ മിറ്റത്തും 4 ദിവസം മുമ്പൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് കുറേ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇവരെന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. സംസാരിക്കുന്നതോടുകൂടി അത് അങ്ങോട്ട് ലൈറ്റ് ആവും. നൗ ദേ ആർ ഫ്രീ ആൻഡ് ഹാപ്പി. ഇനി ബാക്കി നമുക്ക് നാളെ പറയാന്ന് പറഞ്ഞിട്ടാണ് പിരിയുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് തീരാറില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതെന്താ വെച്ചാൽ അത് അങ്ങനെയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഫോർ ദം ഇറ്റ് ഈസ് റിയലി എ ഗുഡ് തെറാപ്പി. ടോക്കിംഗ് എന്നുള്ളത് ഭയങ്കര തെറാപ്പിയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ടോക്കിംഗ് അല്ല, പുരുഷന്മാരെ എങ്ങനെ ചിന്തിച്ച് അനലൈസ് ചെയ്ത് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷനിലേക്കാണ് പോയി. ഇവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്കാനോ ശ്രമിക്കാം. ദേ വാണ്ട് ടു സോൾവ് ദാറ്റ് ഇഷ്യൂ. തീരെ പറ്റില്ലെങ്കിൽ അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും. ഓക്കെ, പുരുഷന്മാർ പലപ്പോഴും നോർമലി ഇങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ദേ വാണ്ട് ലോജിക്കലി ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് മാത്രം ചിന്തിക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ ഇവരുടെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. പുരുഷന്മാർ എങ്ങനെയാണ്, കൂടുതൽ റാഷണൽ ആണ്, ലോജിക്കൽ ആണ്, സൊല്യൂഷൻ ഓറിയന്റഡ് ആണ്, ഡയറക്റ്റ് ആണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കാര്യം വേണം. സ്ത്രീകൾ പലപ്പോഴും എന്താ വെച്ചാൽ, നിനക്കൊരു കാര്യം പറയുകയാണെങ്കിൽ അത് മുഖത്തോക്കി കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞൂടെ, അല്ല ഞാൻ മനസ്സിലാക്കിയെടുക്കും. നമ്മൾ പുരുഷന്മാരെ പലപ്പോഴും മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ് സ്ത്രീകളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മളെന്ന് വെച്ചാൽ ബാലൻസ് ചെയ്തിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഒരു വഴിയുള്ളൂ. ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം? സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന പുരുഷനും ഇമോഷണൽ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന സ്ത്രീയും, അവർക്ക് രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ്. ഇതെങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകും, എങ്ങനെ നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളിടത്താണ് അതിന്റെ കാര്യം കിടക്കുന്നത്. ഓക്കെ, ഇനി ഒരു അക്നോളജ് ദിസ് ഡിഫറൻസ് ബ്രിഡ്ജ് അണ്ടർസ്റ്റാൻഡിങ് കോൺവെർസേഷൻ. നമ്മളെപ്പോഴും എന്തായിരിക്കണം, ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സ്ത്രീ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പുരുഷൻ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇമോഷൻസ് ഉണ്ടാവില്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. അതിനെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യും. ഇത് തെറ്റല്ല, രണ്ടു പേരുടെയും അവരെ ദൈവം പടച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവർ നാച്ചുറലി അവരങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നിടത്താണ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുള്ളൂ. അല്ലെങ്കിൽ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ആള്, ഇങ്ങനെയാണ് അവര് എന്ന് മനസ്സിലാക്കുന്നിടത്താണ്. അതാണ് ഈ ലൈക്ക് കുറെ കഴിയുമ്പോൾ, മാരേജ് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിയുമ്പോൾ പുരുഷൻ ഇവരുടെ ഇടയിൽ വഴക്ക് കുറവായിരിക്കും. ആദ്യ കാലങ്ങളിൽ ആ വഴക്കുണ്ടായിരുന്നു, അത് മനസ്സിലാകാതെ ആവുമ്പോൾ. 6-7 വർഷം കഴിയുമ്പം ചിലർക്ക് എന്താ വെച്ചാൽ, ഇത് കുറെ കഴിയുമ്പോൾ എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ കുറെ കുറയും. എന്താ കാര്യം, അതങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ്, മൂപ്പരങ്ങനെയാണ്, അവൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, ഒരു അണ്ടർസ്റ്റാൻഡിങ് നോർമലി വരും. അങ്ങനെ വരുന്നവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ പൊതുവെ കുറവായിരിക്കും, അത് അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്ത്, ചില ആൾക്കാരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ തീരൂല. എന്താ കാര്യം, ട്രോമ ഉള്ളത് കൊണ്ടാണ്. ഇവർക്ക് അപ്പോഴും അത് കൂടുതൽ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വഷളായിക്കൊണ്ടേയിരിക്കും ഇവരുടെ ഇടയിൽ. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ വെച്ചാൽ അത് തീരൂല, ഇടയ്ക്കിടയ്ക്ക് ട്രോമ ഉണ്ടാകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ട് വന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് എന്താണ്, ഇമോഷണൽ എക്സ്പ്രഷൻ. രണ്ടാമതൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓഫൻ ഇന്റേണലൈസ് ഇമോഷൻസ്. പുരുഷന്മാർ എന്ത് ചെയ്യും, അവരുടെ വികാരങ്ങളെ, വിഷമങ്ങളെ, പ്രശ്നങ്ങളെ അവരെന്ത് ചെയ്യും, ഇന്റേണലൈസ്, ഉള്ളിലേക്ക് എടുക്കുക ചെയ്യുക, പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല. ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്രസ് വൾണറബിലിറ്റി. അവർക്ക് പലപ്പോഴും ചില പുരുഷന്മാർ കേട്ടിട്ടുള്ളത് എന്താണ്,
പുരുഷന്മാർ കരയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്ക് വേണറബിൾ ആയിട്ട് പറയാൻ പ്രയാസം, എക്സ്പ്രസ് ചെയ്യാൻ പ്രയാസമാണ്. അവർ പലപ്പോഴും എന്താ വെച്ചാൽ ഉള്ളിലേക്ക് ഒതുങ്ങി ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അത് ഉള്ളിൽ പ്രോസസ്സ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും അത് പുറത്തെടുക്കാനോ പുറത്ത് കാണിക്കാനോ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലാവില്ല എന്താണ് ഇവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചിന്തിക്കണേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ ചിന്തിക്കണേ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? തുറന്ന് പറയില്ല ഇവര്. അപ്പൊ ഇവരങ്ങനെയാണ്. അപ്പൊ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറച്ചൊക്കെ ഇവർ പറയുള്ളൂ. പറയണമെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഫീൽ ചെയ്യണം. അവിടെ കൂടുതൽ തുറന്ന് പറയുന്ന ഹസ്ബൻഡിനോട് എപ്പോഴും എന്താ വേണ്ടത്? ആ ഹസ്ബൻഡിനോട് വളരെ നല്ല രീതിയിൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് കൊടുക്കണം. അയാൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ വാലിഡേറ്റ് ചെയ്യണം, അതിനെ റെസ്പെക്ട് ചെയ്യണം. അവിടെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് ആ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവുന്നുണ്ടോ? ഹസ്ബൻഡ് തുറന്ന് പറയാത്തതാണ് ഇപ്പോഴും ഫൈറ്റ് തുടങ്ങാൻ കാരണം. ഐ ഓൾവേസ് ആസ്ക്, എന്താ ചിന്തിക്കുന്നത് ഞാൻ ചോദിക്കും. ഐഷ ഹിബ പറയുന്നു, എപ്പോഴും ഞാൻ ചോദിക്കും എന്താ ചിന്തിക്കുന്നത്. അങ്ങനെ എപ്പോഴും എല്ലാത്തിലും ഇടപെടാൻ പാടില്ല. ദാറ്റ്സ് കോൾഡ് മൈക്രോ മാനേജിങ്. നമ്മൾ കൺട്രോൾ ചെയ്യാണ് അവരുടെ ചിന്തകളെ, അവരുടെ ലോകത്തെ കൺട്രോൾ ചെയ്യരുത്. അവർക്കൊരു ഫ്രീ സ്പേസ് വേണം, അവർക്കൊരു ഫ്രീഡം വേണം, അവർക്കൊരു വാണ്ട് എ സ്പേസ്. അവർക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചിന്തിക്കണം. പുരുഷന്മാരെന്തുകൊണ്ടാണ് അതേ പുരുഷന്മാർ ശ്രദ്ധിച്ചു കാണും, ഇവരുടെ ഫോണുമായിട്ട് ടോയ്ലറ്റിൽ പോകും, അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും സിസ്റ്റമായിട്ട് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? എന്താ കാര്യം? ഇവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് അവരായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ചിലപ്പോൾ അതായിരിക്കും. അവർക്ക് ഫീൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ദേ നീഡ് ദെയർ ഓൺ സ്പേസ്. അവർക്ക് സ്പേസ് വേണം. സ്ത്രീകൾക്ക് ഇങ്ങനെയാണ്. അവരുടെ ചുറ്റിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. എല്ലായ്പ്പോഴും അവരുടെ കൂടെ വേണം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടാവണം. അതൊരു ഇഷ്ടമാണ്, സ്നേഹമാണ്. സ്പേസ് കൂടുതൽ കൊടുത്താൽ പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. സ്പേസ് കൂടുതൽ കൊടുക്കാൻ പാടില്ല. അതായത് കിളികളെ പോലെയാണ്. ഭാര്യ ഭർത്താവാണെങ്കിൽ രണ്ടുപേരും എങ്ങനെ വേണ്ടത്? കിളികളെ നമ്മളെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കിളിയെ നമ്മൾ കയ്യിൽ പിടിക്കണം. മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകും. വല്ലാണ്ട് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് ചത്തു. അങ്ങ് വല്ലാണ്ട് ഫ്രീ ആക്കിയിട്ട് അത് പറന്നു പോകും. അപ്പൊ ഒരു സ്നേഹത്തിൽ തലോടി ഇങ്ങനെ പിടിക്കും, സ്നേഹിച്ച് അതിന് മനസ്സിലാവുന്നുണ്ട്, ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ. അതായത് കുറച്ച് സ്പേസ് കൊടുത്ത് എന്നാൽ സ്നേഹിച്ച്, നമ്മുടെ കണ്ണുണ്ട്, ശ്രദ്ധയുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരു കെയറിങ് ഉണ്ട്, ഭക്ഷണം കൊടുത്ത് സ്നേഹം കൊടുത്ത് സ്നേഹിച്ച്, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കണക്ഷൻ എപ്പോഴും ഉണ്ടാവണം. ദാറ്റ് കണക്ഷൻ ഷുഡ് ബി ഓൾവേസ് ദർ. പക്ഷേ എന്താവരുത് ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല കണക്ഷൻ. കണക്ഷൻ മീൻസ് ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പേസ് കൂടുതൽ നമ്മൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? നമ്മൾക്ക് ട്രോമയുള്ളത് കൊണ്ടാണ് നമ്മൾ സ്പേസ് കൊടുക്കുന്നത്. ഒരാൾക്ക് നമ്മൾക്ക് എന്താ വെച്ചാൽ സ്പേസ് കൊടുത്തു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആ പ്രശ്നങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, നമ്മൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഒരാളുമായിട്ട് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അവോയ്ഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഇത് വരുന്നത് ട്രോമ ഉള്ളത് കൊണ്ടാണ്. നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ഉണ്ടാകും. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ട്രോമയിലൂടെ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ നല്ല പെയിന് വന്നിട്ട് ഫൈറ്റ് മോഡ്, ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. 4 തരത്തിൽ നമുക്ക് ട്രോമ നമ്മളിൽ നിന്ന് റിയാക്ട് ചെയ്യും. ഒന്നെന്താണ്? ഫൈറ്റ് ചെയ്യാൻ. ആ പ്രശ്നങ്ങളെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഓക്കെ, ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾക്ക് പരിഹാസ കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ, ചില കുട്ടികൾ കണ്ടില്ലേ, നമ്മൾ അങ്ങോട്ട് പരിഹസിച്ചു കഴിഞ്ഞാൽ, കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് ഉപദ്രവിക്കും, നമ്മളെ ഇങ്ങോട്ട് ഇടിക്കും. കുഞ്ഞു കുട്ടികൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. അതാണ് ഫൈറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാം. ഇത് ചെറുപ്പത്തിൽ ഇത് ശീലിച്ചിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും എന്ന് വെച്ചാൽ അവര് വലുതാകുമ്പോഴും ഈ ഫൈറ്റിംഗ് തുടരും. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഫ്ലൈറ്റ് മോഡാണ്. ഫ്ലൈറ്റ് ആയിട്ട്, അതായത് ഒരു ചെറുപ്പത്തിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന സമയത്ത് അവിടുന്ന് ഒന്നും മിണ്ടാതെ, എല്ലാം പറയുന്നത് കേട്ടിട്ടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാം, സംസാരിക്കാൻ വയ്യ, ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, കരഞ്ഞു ഓടിപ്പോകും. ഓക്കെ, അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവുക, അല്ലെങ്കിൽ ഒളിച്ചു ഓടുക. ഇതിനെ പറയുന്ന പേരാണ് എന്ത് വെച്ചാൽ ഫ്ലൈറ്റ് മോഡ്. ഇതുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ദേ വാണ്ട് ടു സ്റ്റേ എലോൺ. അവർ ഐസൊലേറ്റ് ചെയ്യും. ടെൻഷനോ വിഷമോ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലുണ്ട്. ഇങ്ങനെ ഐസൊലേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇതിനെ പറയുന്ന പേരാണ് അവോയ്ഡൻസ് എന്ന് പറയും. അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഇവർക്ക് ഉണ്ടാവുക. ഇവർക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ താല്പര്യമില്ല. അതെന്താ വെച്ചാൽ ആയിക്കോട്ടെ, എനിക്കിപ്പോൾ അത് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. മറ്റൊരാൾക്ക് എന്താണ്, ആങ്സൈറ്റി ആണ് ഉണ്ടാവുക, ടെൻഷനാണ്. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളാണ്. ആ ആൾക്കാർ എന്ത് സംഭവിക്കുന്നു, അവർക്ക് അത് സംസാരിക്കണം, അവർക്ക് അത് പറയണം, അവർക്ക് പേടിയാണ്, നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. മറ്റേ ആൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയല്ല, എനിക്കിപ്പോ അത് ഫേസ് ചെയ്യാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥയാണ്. നിങ്ങൾ ഇതിൽ ഏതാണ്? നിങ്ങൾക്ക് പേടിയാണ്, ലൈക്ക് എപ്പോഴും ഇയാളെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ലൈക്ക് ഇയാളെന്നെ സ്നേഹിക്കുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കൺസേൺ ഉണ്ടെങ്കിൽ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ആണ്. ഇയാൾ പോയി കഴിഞ്ഞാൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക, എവിടെ എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ പേരിൽ വഴക്കുണ്ടാവുക, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 100 വട്ടം ചോദിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ്സ് ലൈക്ക് ഒരു ഒരു എന്താ പറയാ, ഫൈറ്റ് മോഡ് ഈസ്, മനസ്സിലാവുക. ആ ഒരു അവസ്ഥയിലേക്ക്, ആൻസൈറ്റിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും പലർക്കും. രണ്ടും വരുമോ? തീർച്ചയായിട്ടും രണ്ടും വരും. അതായത് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഡിറ്റാച്ച് ചെയ്യും, ഇടയ്ക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. എന്താ സംഭവിക്കാം? ആൻസൈറ്റി അറ്റാച്ച്മെന്റിലേക്ക് പോകും, ഇടയ്ക്ക് ഇതെന്താണ് സംഭവം? ഇതിനെ പറയുന്നവരാണ് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയും. രണ്ടും സംഭവിക്കാം. അതായത് ഇവർക്ക് ഫൈറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് ഇവർക്ക് വല്ലാണ്ട് സ്ട്രെസ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, മടുത്തിട്ട് മതിയായിട്ട് എന്ത് ചെയ്യും, ഒരു താങ്ങാൻ കഴിയാതെ ഇവരെന്ത് ചെയ്യും, ഇവര് ഡിസ്റ്റന്റ് ചെയ്യും. എന്നിട്ട് ഡിസ്റ്റന്റ് ചെയ്തിട്ട് സൈലൻസ് ട്രീറ്റ്മെന്റ് തുടങ്ങും. സൈലൻസ് ട്രീറ്റ്മെന്റ് തുടങ്ങി മിണ്ടൂല, സംസാരിക്കില്ല. പിന്നെ അവര് ചിലപ്പോൾ അതൊന്നും ഫേസ് ചെയ്യില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ, മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ കഴിഞ്ഞ് ഇവരിതെല്ലാം മറക്കും. ഇവരുടെ ട്രോമ അങ്ങനെയാണ്. ഇവരിതെല്ലാം മറന്ന് ഇവരുടെ ബോഡിയിൽ നിന്ന് സ്ട്രെസ് പോകുമ്പോൾ ഇവർ നോർമലാവും. നോർമലാവുമ്പോൾ ഇവരെന്ത് ചെയ്യും, തിരിച്ചു വരും. എന്നിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. ഓക്കെ, സ്നേഹം വല്ലാണ്ട് തരും. ഇവർക്ക് ഇതേപോലെ ആങ്സൈറ്റി കാണിക്കും. അപ്പൊ ആ തൊട്ടപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സ്നേഹം കിട്ടിയില്ല, ഇവർ ആങ്സൈറ്റി കാണിക്കാൻ തുടങ്ങും. ആങ്സൈറ്റി കാണിക്കാൻ തുടങ്ങിയിട്ട് ഇവർ വീണ്ടും ഫൈറ്റിലേക്കും ഈ പ്രശ്നത്തിലേക്കും സംഗതിയിലേക്കും പോകും. നേരെ എന്ത് ചെയ്യും, തിരിച്ച് ഇത് അഗെയിൻ ഇവര് വഴക്കാകുന്നതോടുകൂടി, പ്രശ്നങ്ങളാകുന്നതോടുകൂടി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതെന്താ സംഭവം? നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്, ലവ് കിട്ടി, ലവ് എടുത്തു, നമുക്ക് ലവ് സ്നേഹം തന്നു. ചെറുപ്പത്തിൽ എന്താ സംഭവിച്ചത്, നമ്മൾ ഒരുപാട് സ്നേഹിച്ചു, അതേപോലെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഒരുപാട് സ്നേഹിച്ചു, നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഒരുപാട് സ്നേഹിച്ചു, നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ഈ സംഗതിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ലൈഫ് ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഇവർക്ക് എപ്പോഴും ഇവരുടെ ബോഡി എപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്, ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ ഇവർക്ക് ഇത് റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ഈ കൺഫ്യൂഷൻ. എപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇവർ തന്നെ എന്താണെന്നുള്ളത് ഇവർക്ക് അറിയില്ല, മനസ്സിലാവില്ല. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ളതുകൊണ്ടാണ്. മിണ്ടാതിരിക്കലല്ല നല്ലത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് എന്ത് വേണം, ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹീലിംഗ് നടക്കണം. അപ്പൊ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പൊ ആ ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്, ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്താണ്, നഷ്ടപ്പെടും എന്നുള്ള പേടിയുണ്ട്, സ്വലം അടുത്തിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്ന സ്റ്റൈലുണ്ട്. ഇത് രണ്ടൊന്നും ഇല്ലാത്ത സെക്യൂരിറ്റി ഫീൽ ചെയ്യുക, ഭയങ്കര ഹാപ്പി കാമായിട്ട് ഫീൽ ചെയ്യുക. അതെങ്ങനെയാണ്? നിങ്ങളുടെ നെർവസ് സിസ്റ്റം സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ട്രോമ അധികം ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഹെൽത്തിയാണ്, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല സ്നേഹം കിട്ടിയിട്ട്, നല്ല സപ്പോർട്ട് കിട്ടിയിട്ട്, ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ വളർന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരില്ല, പെട്ടെന്ന് പേടി വരില്ല, പെട്ടെന്ന് ആങ്സൈറ്റി വരില്ല, പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് പോകും. മനസ്സിലാവുണ്ടോ? ഓവർ ക്ലിങ്കി ആവില്ല. നിങ്ങൾ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ എപ്പോഴും ആളെ എന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിയിലെ സംഗതി ഉണ്ടാവില്ല. നിങ്ങൾ അവരെ വീട്ടിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് സ്വസ്ഥമായിട്ട് ജോലിക്ക് വിടും. തിരിച്ചു വരുമ്പോൾ അവർ വരുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ട്രസ്റ്റ് ഉണ്ടാകും, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. അതിനെ പറയുന്ന പേരാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈല്. അങ്ങനെ വരുമ്പോൾ ഇത് നാലാമത്തെ അവസ്ഥയാണ്. ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകലാണ്. അതിനെന്താ വേണ്ടത്? നമ്മുടെ നെർവസ് സിസ്റ്റം എന്തായിരിക്കണം? എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കണം. അതായത് നമ്മളുടെ ബോഡി, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു സമാധാനത്തിലായിരിക്കണം. അതിനർത്ഥം നമ്മുടെ ശരീരം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലൂടെ എപ്പോഴും ഇങ്ങനെ കടന്നു പോകരുത്. നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യും. സേഫ്റ്റി ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ചെറുപ്പത്തിൽ ഒന്നുകിൽ നമ്മൾ ചെറുപ്പത്തിൽ ട്രോമാസ് അനുഭവിക്കാതിരിക്കണം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ്
ഫൈറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ആങ്സൈറ്റിയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് പേടിയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ട്രോമ ഉള്ളത് കൊണ്ടാണ്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. ട്രോമ, അപ്പൊ അതിനാണ് ഹീൽ ചെയ്യാൻ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം 20-ാം തീയതി ഈ പ്രോഗ്രാമാണ്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് 20-ാം തീയതി നടക്കുന്ന പ്രോഗ്രാം. 20-ാം തീയതി മുതൽ 21 ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ 1 ഡേ കാലിക്കറ്റ് വെച്ചിട്ട് ഹോട്ടലിൽ വെച്ച് ലൈവായിട്ട് ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എടുത്തിട്ട് നിങ്ങളുടെ ട്രോമാസ് എന്താണെന്നുള്ളത് റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അത് ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് പോകുന്ന ലൈവ് തെറാപ്പിയിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ സെഷൻസ് നമ്മൾ ഓൺലൈനിൽ 6 ദിവസത്തെ കോച്ചിങ് ഉണ്ടാകും. റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻ ഡെപ്ത് കോച്ചിങ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? ഹീലിംഗ് സപ്പോർട്ടായിട്ട് ഇൻ ഡെപ്ത് ഹീലിംഗിലേക്ക് പോകും. അപ്പോൾ ശ്രീഷ്മ പറയുന്നു ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. അതിന് പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിലേക്ക് വരാം. ഓക്കെ, എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ? അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കും. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് ഹീൽ ചെയ്ത് ക്ലിയർ ആവണം. പേയ്മെന്റ് എത്രയാണ് വരുന്നത് അല്ലേ? പേയ്മെന്റ് വരുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നമ്പറിൽ വിളിക്കാം. ആ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് 8086000780. കോഴ്സിന്റെ ഫീ വരുന്നത് 21 ദിവസത്തെ ഇൻഡെപ്ത് കോച്ചിങ് ആണ്. അതിന് 11,800 ആണ് കോഴ്സ് ഫീ വരുന്നത്. 21 ദിവസത്തെ കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. ജസ്റ്റ് ഒരു ദിവസത്തെ കോച്ചിങ് അല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെമ്പറായിട്ട് വരാൻ പറ്റും. കപ്പിളായിട്ട് വരികയാണെങ്കിൽ ഇതിന് ഓഫർ ഉണ്ട്. 13-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കപ്പിളായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. ആ ഓഫർ അപ്പോൾ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. 2,600 രൂപയോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓഫറായിട്ട് കപ്പിളായിട്ട് വരുന്നവർക്ക് ഉണ്ട്. 2 പേരുടെ രജിസ്ട്രേഷൻ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയുണ്ട്. അപ്പം ഹസ്ബൻഡും വൈഫിനും ഒരുമിച്ച് വരാൻ പറ്റും. ഇഷ്യൂസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റൈല് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കോർ വാല്യൂസ് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? റിലേഷൻഷിപ്പിൽ പലരും കിടക്കുന്നത്. അപ്പൊ അത് വലിയ ഇഷ്യൂ ഉണ്ടാകും. കോമ്പാറ്റബിലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഒരു ഹാപ്പി ബ്യൂട്ടിഫുൾ ഫാമിലി ക്രിയേറ്റ് ചെയ്തത് മനഃപൂർവ്വം 2 പേരും എഫോർട്ട് ഇടേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ഒരാളെങ്കിലും ഹീൽ ചെയ്യുക, ഒരാളെങ്കിലും ഈ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീരും. പകുതി നല്ല 80% പ്രശ്നങ്ങൾ തീരും. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വഴക്കുണ്ടാകുന്നത്, തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് സേഫ്റ്റി ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഒരാൾ ഹീൽ ചെയ്താൽ തന്നെ മറ്റേയാൾക്ക് സേഫ്റ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അയാൾ ചേഞ്ച് ആവുന്നു. എപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്, വഷളാവുന്നത്? 2 പേർക്കും സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഒരാളെങ്കിലും ഹീൽ ചെയ്ത് അയാളുടെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്താൽ തന്നെ മറ്റേയാൾക്ക് 80% സേഫ്റ്റി ഫീൽ ചെയ്യും. 2 പേരും വന്നിട്ട് ഹീൽ ചെയ്താൽ 100% സേഫ്റ്റി ഫീൽ ചെയ്യും. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, ഈ അവയർനെസ് ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പേയ്മെന്റ് എന്താ വെച്ചാല് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. കപ്പിൾ ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ 11,800 നമ്മളുടെ ഫീ പറഞ്ഞിട്ടുള്ളത്. അതിൽ അതായത് 10,500 നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഫീസ് വരുന്നത്. അതായത് ഒരു പേയ്മെന്റിൽ തന്നെ 1,300 രൂപയോളം ഡിസ്കൗണ്ട് ഉണ്ട്. 2 പേരുടെ പേയ്മെന്റ് വരുമ്പോൾ 2,600 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ഓക്കെ, 2,600 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും ടോട്ടൽ പേയ്മെന്റിൽ കപ്പിളായിട്ട് വരുന്ന സമയത്ത്. സോ നിങ്ങൾ അത് ഉപയോഗിക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താ വെച്ചാൽ സ്റ്റുഡൻസിനുള്ള ക്ലാസ് ഉണ്ട്, അത് വരാൻ പോകുന്നുണ്ട്. സ്റ്റുഡൻസിനുള്ള ക്ലാസ് എനിവേ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടോപ്പിക് ഡിഫറൻസിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരാം. ടോപ്പിക് ഡിഫറൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ സൈക്കോളജിയിൽ അടുത്ത ഡിഫറൻസ് എന്താണ്? ഇമോഷണൽ എക്സ്പ്രഷൻ പറയല്ലേ? പുരുഷന്മാർ എന്ത് ചെയ്യും? ഇന്റേണലൈസ് ചെയ്യും. വേണറബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് തുറന്ന് കരയാനോ തുറന്ന് പറയാനോ സംസാരിക്കാനോ കഴിയില്ല. എന്നാൽ പുരുഷന്മാരുടെ റിയാലിറ്റി എന്താണെന്ന് അറിയും? അവർക്ക് സേഫ് സ്പേസ് ഫീൽ ചെയ്യണം. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കരയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കരയുള്ളൂ. അങ്ങനെ അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ് സ്പേസ് ഒരു സ്ത്രീ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ സ്ത്രീ ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ പേരിൽ പുരുഷന് ഏറ്റവും വേണ്ടത് റെസ്പെക്റ്റ് ആണ്. റെസ്പെക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് പുരുഷന് വേണ്ടത്. ഇവരെന്തുകൊണ്ടാണ് കരയാത്തത്? ഇവർക്ക് ആ റെസ്പെക്ട് നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ്, ആ ഇൻസെക്യൂരിറ്റിയാണ്. നിങ്ങളുടെ മുൻപിൽ ഇവരുടെ റെസ്പെക്ട് നഷ്ടപ്പെടുമോ, പുരുഷന്റെ റെസ്പെക്ട് വാല്യൂ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. പുരുഷന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്നേഹമാണ്, കെയറിംഗ് ആണ്. അവർക്ക് വേണ്ടത് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കലാണ്.
അവരതിനു വേണ്ടിയിട്ട് അവർക്ക് കരയുന്നത് മികച്ച മെത്തേഡാണ്. അവർ കരയും തോറും അവർക്ക് സ്നേഹം കിട്ടും. അവരെ സമാധാനിപ്പിക്കുക, അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുക. അപ്പൊ സ്ത്രീകൾ ഒരു ചാൻസ്, ഒരു ഇമോഷണലി അവർ വോണറബിൾ ആവും, അവർക്ക് അത് ഈസിയാണ്, പോസിബിൾ ആണ്. പുരുഷന്മാർക്ക് അത് പോസിബിൾ അല്ല. അവർക്ക് റെസ്പെക്ട് ആണ് വേണ്ടത്, റെസ്പെക്ട് വേണ്ടതാണ്. അവരെന്തെങ്കിലും പ്രത്യേകം അവരങ്ങനെ പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല. ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഉഷാറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് പക്ഷേ എന്ന് വെച്ചാൽ വിഷമങ്ങളുണ്ട് എങ്കിൽ തുറന്നു പറയാനുള്ള സ്പേസ് കൊടുക്കണം. ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ ദേ നീഡ് എ മോം. അവർക്ക് എന്താ വെച്ചാൽ അവരുടെ അവർ അതുകൊണ്ട് ഈ പുരുഷന്മാർക്ക് അമ്മയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും, അവർക്ക് മാതാവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. അതാണ് പല വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? എന്നെ സ്നേഹിക്കുന്നതിനേക്കാട്ടിലും എന്റെ മാതാവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? പുരുഷന്മാർക്ക് ഇപ്പോഴും നിങ്ങളെ ചില സമയങ്ങളിൽ അവർക്ക് ഒരു മാതാവിനെ പോലെ കിട്ടണം. പുരുഷന്മാർക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം? സാരമില്ല എന്ന് പറയണം. അവർക്ക് കരയാനുള്ള സ്പേസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുക ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഒന്ന് സമാധാനിപ്പിച്ചാൽ മതി. അവർക്ക് റെസ്പെക്ട് വേണം, അവർക്ക് അപ്രീസിയേഷൻ വേണം, റെക്കഗ്നിഷൻ വേണം. പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കയ്യടിയാണ്, അപ്രീസിയേഷൻ. ഈ കയ്യടിയിലൂടെ അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ റെസ്പെക്ട് ചെയ്യപ്പെടുന്നു, ഞാൻ ബെറ്റർ ആണ്, ഞാൻ ഉഷാറാണ് എന്ന ഫീലിംഗ് കിട്ടുന്നു. പുരുഷന്മാർ ചെയ്യുന്നത് പലപ്പോഴും ചില സ്ത്രീകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പുച്ഛിച്ചുകൊണ്ടിരിക്കും, കളിയാക്കിക്കൊണ്ടിരിക്കും, പരിഹസിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ ട്രോമ റെസ്പോൺസ് ആണ്. നിങ്ങൾക്ക് ട്രോമ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുന്നത്. കാരണം നിങ്ങൾ അത് ചില പുരുഷന്മാർ സ്ത്രീകളോടും ചെയ്യും. ഇതേപോലെ സ്ത്രീകൾക്കും സെൽഫ് റെസ്പെക്ട് വേണ്ടതുണ്ട്, റെസ്പെക്ട് വേണ്ടതുണ്ട്, റെക്കഗ്നിഷൻ വേണ്ടതുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടതുണ്ട്, അപ്രീസിയേഷൻ അവർക്ക് വേണം. എന്നാൽ പുരുഷന്മാർക്കും അത് കൂടുതലായിട്ട് വേണം. സ്ത്രീകൾക്ക് എന്നാൽ കുറേയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ അവർക്ക് കുറച്ചെങ്കിലും അത് കിട്ടണം, അപ്രീസിയേഷൻ വേണം. അപ്പൊ അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീസിയേഷനും സെൽഫ് റെസ്പെക്റ്റും വേണം. ഇത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടേയിരിക്കണം. പുരുഷന്മാർക്ക് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സ്ത്രീകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പരിഹസിക്കും. ഇതെന്താ പരിഹസിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് അറിയാം. നമ്മൾ ഒരാളെ പരിഹസിക്കുന്നത് നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഒരാൾ പോകുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം നമ്മൾ ഇൻസെക്യൂർഡ് ആണ്. ഇൻസെക്യൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ ട്രോമ അനുഭവിച്ചത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ചെറുതായി പോകുമോ, വേറൊരാളെ ഞാൻ പുകഴ്ത്തുന്ന, അപ്പൊ നമ്മൾ അറിയാതെ നമ്മളെ പുകഴ്ത്തുന്ന, നമ്മളെ ബെറ്റർ ആക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മളെ പൊക്കി പറഞ്ഞുകൊണ്ട് ബെറ്റർ ആക്കാം, വേറൊരാളെ താഴ്ത്തി കെട്ടിക്കൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാം. നമുക്ക് വേറൊരാളെ താഴ്ത്തി കെട്ടിക്കൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന മിസ്റ്റേക്ക് ആണ് മറ്റുള്ളവരെ കുറ്റങ്ങൾ, കുറവുകൾ, തമാശകൾ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ അവരെ ഒന്നെന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ചെറുതായിട്ടൊന്ന് പരിഹസിക്കുക, ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുക, ഒന്ന് കളിയാക്കുക, ചെറുതായിട്ട് ടീസിങ്, ചെറുതായിട്ടുള്ള കളിയാക്കൽ. പക്ഷെ ഇറ്റ്സ് വെരി അൺഹെൽത്തി ബിഹേവിയർ. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടെ പുരുഷന്മാരുടെ അടുത്ത് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവരെ കളിയാക്കുന്നത്, അവരുടെ കുറ്റങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. മനസ്സിലാക്കുന്നുണ്ട്? പ്രത്യേകിച്ച് അവരുടെ തെറ്റുകൾ എടുത്ത് പറയുന്നത്. അവർക്ക് വേണ്ടത് റെസ്പെക്റ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ജോലി ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, അധ്വാനിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്നു, ഐ നീഡ് റെസ്പെക്ട്. ഇതേപോലെ തന്നെ സ്ത്രീകൾക്കും അത് വേണം. പക്ഷെ സ്ത്രീകൾക്ക് അതിനേക്കാട്ടിലും കൂടുതൽ അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അപ്രീസിയേഷൻ വേണം. അപ്രീസിയേഷൻ തീർച്ചയായിട്ടും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ചില സ്ത്രീകളെ സംബന്ധിച്ച് റെസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് എന്താണ് വേണ്ടത്? റെസ്പെക്റ്റ് ആണോ, അതല്ല റെക്കഗ്നീഷൻ ആണോ? എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ശരിക്കും ആലോചിക്കാൻ, മനസ്സിലാക്കുക. അടുത്തെന്താണ്? വുമൻ ജനറലി മോർ അബൌട്ട് ദിയർ ഫീലിംഗ്സ് ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്, അല്ലെ? അതാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾ പൊതുവെ എന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസ് അവർക്ക് എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. ദേ ആർ ഓപ്പൺ. അവർ കൂളായിട്ട് ഓപ്പൺ അപ്പ് ആവും. അവർക്ക് കൂളായിട്ട്, അവർക്ക് കരച്ചിൽ വരും, പെട്ടെന്ന് അവർക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യും, സങ്കടങ്ങൾ വരും, അവർക്ക് അത് ഈസിലി പ്രോസസ് ചെയ്യാൻ പറ്റും. പുരുഷന്മാർക്ക് അത് പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യരുത്? എന്താ ചിന്തിക്കണേ, എന്താ ഫീൽ ചെയ്യണേ, എന്നെ ഇഷ്ടമില്ലേ, എന്നെ ഇഷ്ടമാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യരുത്? അവിടെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇറിറ്റേഷൻ വരുന്തോറും അവരെന്ത് ചെയ്യും? മനസ്സിലാകുന്നുണ്ട്? ഓക്കെ. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ട്? അവിടെ എപ്പോഴും എല്ലാത്തിന്റെയും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നിർബന്ധിക്കരുത്. അവർക്ക് കഴിയില്ല, അവർക്കത് അറിയില്ല. അത് ഇനി കുറച്ചെങ്കിലും കഴിയണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അവരുടെ അടുത്ത് ഒരു അമ്മയുടെ അവസ്ഥയിൽ നിന്നിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് ഇടയ്ക്കൊന്ന് പറയണം, എന്താ എന്റെ മോനെ പറ്റി എന്ന് ചോദിച്ചാൽ മതി ഭർത്താവിനോട്. എന്താ എന്റെ മോനെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് അതിലങ്ങോട്ട് അലിഞ്ഞില്ലാണ്ടോ. കുഞ്ഞു കുട്ടി ഉണ്ടല്ലോ, ഇന്നർ ചൈൽഡ്, അതങ്ങ് സങ്കടം കൊണ്ട് എന്ത് ചെയ്യും? അങ്ങ് തുറക്കും, മുഖം അങ്ങോട്ട് തുറക്കും, ആ സ്നേഹത്തിൽ അങ്ങോട്ട് അലിഞ്ഞു പോകും. ഒരൊറ്റ ചോദ്യം മതി. ശരിക്കും പുരുഷന്മാരോട് ചോദിക്കേണ്ടത് ഏറ്റവും സ്നേഹത്തിൽ ചോദിക്കേണ്ടത്, റെസ്പെക്ട് തീർച്ചയായിട്ടും കൊടുക്കണം. അതിനിടയിൽ ഇടയ്ക്ക് ചോദിച്ചാൽ മതി. വല്ലാണ്ട് ഡൗൺ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടും സംസാരിച്ചാൽ മതി. അത് എപ്പോഴും ഉപയോഗിക്കരുത്.
അത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ വിഷമങ്ങൾ അവർ പറഞ്ഞു. എല്ലാ പുരുഷന്മാരും എത്ര പുലികളാണെങ്കിലും അവർ പൂച്ചകളാണ്, വളരെ പാവങ്ങളാണ്. പാവങ്ങളാണ്. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൂ. അവൻ എത്രത്തോളം പാവാണെന്നുള്ളത് അവനറിയാം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ലെവലിലേക്ക് എന്ത് വെച്ചാല് ഓക്കെ. മുൻപ് എപ്പോഴും ഇങ്ങനെ ചോദിച്ചു ഉറപ്പിച്ചതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു അകലം വന്നിട്ടുണ്ട്. അതെങ്ങനെ മാറ്റിയെടുക്കാം? എന്റെ മുഖത്ത് നോക്കാറില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിലിനി എന്ത് ചെയ്യണം? ആ ചോദിക്കാത്ത, അപ്പൊ ഇപ്പൊ അതൊരു വലിയൊരു ഡിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ടോ? വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക. അയാൾക്ക് സ്പേസ് കൊടുത്താൽ ഫുള്ളായിട്ട് സ്പേസ് കൊടുക്കുക എന്നുള്ളതല്ല. പതിയെ പതിയെ എന്ത് ചെയ്യണം? സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക. നിങ്ങൾ എന്നോട് ഇതന്നെ പറഞ്ഞാൽ മതി. അയാൾക്ക് വിശ്വാസം, നിങ്ങൾ എന്നോട് എല്ലാം പറയേണ്ട, എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തു പോയി, ഐ എം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ട് പറയുമ്പോൾ ആദ്യം നാൾ വിശ്വസിക്കൂല, പക്ഷെ പിന്നെ പിന്നെ അത് വിശ്വസിക്കും. അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണാം. കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക, നന്നായിട്ട് കൂടുതൽ അപ്രീസിയേഷൻ കൊടുക്കുക. നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്സിന് സോറി പറയും കേട്ടോ. അപ്പൊ ആ ലെവലിലേക്ക് എന്ത് വെച്ചാൽ അകലം വന്നു പോയിട്ട് അത് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിയാസ് പറയുന്നു, ഞങ്ങളെ സോപ്പിടൂ, ഞങ്ങൾ പാവങ്ങളാണ്, കുഞ്ഞു മനസ്സാണ്. അതിന്റെ റിയാലിറ്റി അതിന് പുരുഷന്മാർ അങ്ങനെയാണ്. കുഞ്ഞു മനസ്സാണ്, പാവങ്ങളാണ്, ഞങ്ങളെ സോപ്പിട്ടാൽ മതി. അതായത് കുഞ്ഞു കുട്ടികളെ പോലെ കണ്ടുവരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് അങ്ങനെ അത്രയ്ക്ക് പാവങ്ങളാവുന്ന ആണുങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാവില്ല. കുറച്ച് ഇവരെപ്പോഴും പുലികളാവുന്നത് അതും സ്ത്രീകൾക്ക് തന്നെയാണ് ആക്കാൻ പറ്റും. സ്ത്രീകൾക്ക് ഇവരെ പുലികളാക്കാൻ പറ്റും. ആ ധൈര്യം കൊടുക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഉഷാറാണ്, നിങ്ങൾ എന്തെല്ലാം ചെയ്തു, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങൾ പിടിച്ചെന്നില്ല. ഇത്തരത്തിലുള്ള വാക്കുകളാണ് സ്ത്രീകൾ കേൾക്കേണ്ടത്. അല്ലാതെ സ്ത്രീകൾ ഇങ്ങനെ പറയുക, ലൈക്കിനോ നിങ്ങൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യണം, നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ശ്രദ്ധിക്കുന്നില്ല, എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകാം. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മടുക്കും. പ്രശ്നങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട്, കുറ്റപ്പെടുത്തലുകൾക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുക. പുരുഷന്മാർക്ക് വേണ്ട ഒരു കാര്യം, അവർക്ക് നല്ല ഫിസിക്കൽ ടച്ച് വേണം, ഫിസിക്കൽ ലവ് വേണം. അവർക്ക് അവരുടെ ഇമോഷൻസ്, അതായത് പുരുഷന്മാർക്കും സ്ത്രീകളുടെ ഇടയിൽ രണ്ടുപേരും, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഓക്സിറ്റോസിൻ ആണ് റിലീസ് ചെയ്യേണ്ട ബോഡിയിൽ. അവർക്ക് ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യണമെങ്കിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യണം. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ് പുരുഷന്മാർക്ക്? ഫിസിക്കൽ റിലേഷൻഷിപ്പ്, നല്ല ഫിസിക്കൽ റിലേഷൻ. അവർക്ക് നല്ല ടെൻഷനുള്ള സമയത്താണെങ്കിൽ പോലും നന്നായിട്ട് കെട്ടിപ്പിടിച്ച് ഫിസിക്കലി ടച്ച് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ലൈംഗികമായിട്ടുള്ള നല്ലൊരു ബന്ധപ്പെടൽ, ശാരീരികമായ ബന്ധപ്പെടൽ ഉണ്ടാവുക. അതിലൂടെ അവർക്ക് സ്നേഹം കൊടുക്കുക, അവരെ നന്നായിട്ട് സ്നേഹിക്കുക, അവരെ നന്നായിട്ട് അങ്ങ് തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ അവർക്ക് ഫിസിക്കലി അവരങ്ങോട്ട് അത് അവർക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അങ്ങ് മെൽറ്റ് ചെയ്യും, അവരങ്ങ് ഒതുങ്ങും, അവരുടെ ടെൻഷൻ എല്ലാം അവർ പോകും. ആ സമയത്ത് പെട്ടെന്ന് സ്ത്രീകളോട്ട് നല്ല ബോണ്ടിങ് ഉണ്ടാവും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുവിധം പുരുഷന്മാരുടെ സൊല്യൂഷൻ സിമ്പിളാണ്. പുരുഷന്മാരെ ഹാപ്പി ആക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ അവർക്ക് എന്താ വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയും കേട്ടോ. ഓക്കെ, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്നാണ്. അപ്പൊ അത് അങ്ങനെ കുറെ അനുഭവിച്ചതുകൊണ്ട് ആയിപ്പോയതാണ്, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കണം, അത് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ. അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചാലേ അവർക്ക് ആ വിശ്വാസം വരും കേട്ടോ. അപ്പൊ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ നല്ല കാര്യങ്ങൾ പറയുക. അവർക്ക് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം എന്താണ്? അവർക്ക് കംഫർട്ട് തരുന്ന സ്ഥലം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ ആദ്യം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർ പൊതുവെ ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, ഇഷ്യൂസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. സ്ത്രീകൾക്ക് അത് ഡിസ്കസ് ചെയ്യണം ഇൻ ഡെപ്തില്, എന്നിട്ട് ഇമോഷണൽ റെസൊല്യൂഷൻ കിട്ടണം. അവർക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്രോബ്ലത്തെ എങ്ങനെയാണ് പുരുഷന്മാർ അപ്രോച്ച് ചെയ്യുന്നത്? അവരത് ഇഗ്നോർ ചെയ്ത് വിടാൻ തോന്നും. അവർക്കത് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് അവർ മാത്രം ചിന്തിക്കുക. സ്ത്രീകൾ അങ്ങനെയല്ല. എന്താണ് സ്ത്രീകൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? അവർക്കത് സംസാരിക്കണം, സംസാരിച്ചാലേ അവർക്കത് ക്ലിയർ ആവുള്ളൂ. എന്നിട്ട് ഇമോഷണൽ റെസൊല്യൂഷൻ കിട്ടണം, ആ സംസാരിച്ചത് തീരണം. അപ്പോഴാണ് അവർ പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണ്. നെക്സ്റ്റ് എന്താണ്? നീഡ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് വേഴ്സ് കണക്ഷൻ. സ്ത്രീകൾക്ക് പലപ്പോഴും എന്താ വെച്ചാൽ പുരുഷന്മാർക്ക് പലപ്പോഴും ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിനാണ് താല്പര്യം. സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കണം, അവർക്ക് ആ ഒരു സ്പേസ് കിട്ടണം, പേഴ്സണൽ സ്പേസ് വേണം. സെൽഫ് റീചാർജ് ചെയ്യാൻ, തിരിച്ചു വരാൻ അവർക്ക് ഇടയ്ക്ക് ബ്രേക്ക് വേണം. അതുകൊണ്ടാണ് അവരിടയ്ക്ക് ട്രിപ്പ് പോകുന്നത്. ഓക്കെ, അവർക്ക് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ സ്ത്രീകൾ പലപ്പോഴും എന്താ വെച്ചാൽ ഇമോഷണൽ ഇന്റിമസി ആൻഡ് കണക്ഷൻ ടു ഫീൽ സെക്യൂർ. അവർക്ക് എന്ന് വെച്ചാൽ
അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ തൊട്ടടുത്ത് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അപ്പൊ എപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, പുരുഷന്മാരോട് എന്റെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യണം, ഒരു ദിവസം പോലും പുറത്തു പോകാൻ പാടില്ല, ഒരു ദിവസം പോലും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാണ്. അപ്പൊ അത് ഓവർ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കലാണ്. പലപ്പോഴും എന്താ വേണ്ടത്, പുരുഷന്മാർക്ക് ഇടയ്ക്ക് ബ്രേക്ക് വേണം. ദേ നീഡ് ബ്രേക്ക്. നിങ്ങളുടെ കൂടെ തന്നെ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ, ഫുൾ ടൈം എല്ലാ ദിവസവും ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഫീൽ ലൈക്ക് ട്രാപ്ഡ്. അത് അവരുടെ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതിന് അവർക്ക് ഇൻഡിപെൻഡൻസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിപെൻഡൻസ് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കുറച്ച് അവർക്ക് വേണം. അത് കൂടുതലായി പോകാനും പാടില്ല. എല്ലാം ബാലൻസ്ഡ് ആവണം. മനസ്സിലാവണം, ബാലൻസ്ഡ് ആവണം. അപ്പൊ സ്ത്രീ വല്ലാണ്ട് ആങ്സൈറ്റി ആണ്. ഈ ആങ്സൈറ്റി ഒരു നിങ്ങളുടെ സ്ത്രീ എന്ന് വെച്ചാൽ ആങ്സൈറ്റി ആണെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറെ ടൈം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റും. ആ ടൈം അവർ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ത്രീ എന്ത് ചെയ്യണം, ആ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അനുസരിച്ചിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഹാപ്പിനെസ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ടുപേരും അത് സ്പെൻഡ് ചെയ്ത് പോകുന്നു. പിന്നെ ഇടയ്ക്ക് പുരുഷൻ എന്ത് ചെയ്യണം, ഒന്ന് പുറത്തേക്ക് പോകാനും ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അതിനൊക്കെ ഉള്ളൊരു സ്പേസും കൂടെ കൊടുക്കണം. അവന് യുദ്ധത്തിന് പോകാനുള്ള സമയം കൊടുക്കണം. അവന് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ അവൻ്റെതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ്, അവന് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, അവന് സെൽഫ് റീചാർജ് അവൻ ചെയ്യുന്നത് അപ്പോഴാണ്. ഇല്ലെങ്കിൽ അവന് സഫക്കേഷൻ ഫീൽ ചെയ്യും, അവൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകും, കൂടുതൽ ലോസ്റ്റ് ആകും, കൂടുതൽ ഡൗൺ ആയി പോകും. ബിക്കോസ് പുരുഷന്റെ സൈക്കോളജി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരിക്കും. ആ സാറ്റിസ്ഫാക്ഷൻ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. കാരണം ഇവൻ അൺഹാപ്പി ആകും. എന്താ സംഭവിക്കുക, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ പോകും, നിങ്ങളായിട്ട് വഴക്കാവും, പ്രശ്നമാവും, പിന്നെ ആൾക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. സോ കണക്ട് ഡിസ്കണക്ട്, കണക്ട് ഡിസ്കണക്ട്, കണക്ട് ഡിസ്കണക്ട്, ഇതാണ് ചെയ്യേണ്ടത്. ഇറ്റ്സ് എ ബാലൻസ്. ഈ രൂപത്തിലൊക്കെ ചെയ്യാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എനിവേ 20-ാം തീയതിയിലെ പ്രോഗ്രാമിൽ നമ്മൾ ഇൻ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വരാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നാളെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും. റിലേഷൻഷിപ്പിന്റെ എങ്ങനെയുണ്ട്. ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്, അതൊന്ന് ഷെയർ ചെയ്യാം. വാട്ട് ഈസ് യുവർ ലൈക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്താണ്, പോയിന്റ് ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സ്പേസ് കൊടുക്കുക. ആയിഷ ഇപ്പൊ മനസ്സിലാക്കിയത് സ്പേസ് കൊടുക്കുക. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ആ സ്പേസ് വേണം എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ്ലി സ്പേസ് കൊടുത്തു വിടല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് സ്പേസ് കൊടുക്കുക എന്നുള്ളതല്ല, സ്പേസ് കൊടുക്കണം, വേണം. അതൊരിക്കലും അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ നിന്ന് ആവരുത് കേട്ടോ. സ്പേസ് വേണം, അവർക്ക് ആ സ്പേസ് കൊടുക്കുക. ഓവറായിട്ട് വേണ്ട അവർക്ക്, അത് കുറച്ച് മതി, കുറച്ച് കൊടുത്താൽ മതി. റെസ്പെക്ട് കൊടുക്കുക. നിയാസ് പറഞ്ഞ റെസ്പെക്ട് കൊടുക്കുക. സ്ത്രീകൾക്കാണെങ്കിലും റെസ്പെക്ട് വേണം. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടാകും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, അതിനൊക്കെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് വാല്യൂ കൽപ്പിക്കണം. അവരോട് പറയണം, ഐ ലവ് യു സോ മച്ച്, ഐ റെസ്പെക്ട് യു സോ മച്ച്. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സ്വഭാവങ്ങളെ, നല്ല സ്വഭാവങ്ങളെ, നീ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രയും ഹാപ്പി ആയത്, നീ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവർ സ്നേഹിക്കണം, അവർക്ക് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്രീസിയേഷൻ ആൻഡ് റെസ്പെക്ട്. ബ്രെയിനിൽ ഒരുപാട് ചിന്ത വരുമ്പോൾ എഴുതണം എന്ന് പറഞ്ഞത് മനസ്സിലായി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഒരാൾ പറഞ്ഞത്? ലാമിയ യൂസുഫ് പറയുന്നു, ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ്, ഞങ്ങളുടേത് ലോങ് ഡിസ്റ്റൻസ് ആണ്, ഹസ്ബൻഡ് കൂടെ ഇല്ല, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീട്ടുകാരുടെ ഇടപെടൽ കാരണം ഉണ്ടായതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് എൻ്റെ ഇമോഷൻസ് കാണിക്കാറില്ല. അവര് പറയുന്ന എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അടുക്കുന്നത് എന്നാണ്, എന്നും വിളിക്കും, പക്ഷെ എനിക്ക് സ്നേഹമില്ല എന്ന് അവർ പറയുന്നു. ഇത് ഞാൻ എന്താ ചെയ്യാം? സ്വാഭാവികം. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ മനസ്സകന്നുപോയി, സ്ട്രെസ് വന്നപ്പോൾ. ഇത് നിങ്ങൾ സംസാരിക്കണം. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞതുപോലെ ഇതിനു മുൻപ് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പ്രശ്നങ്ങൾ മാത്രം അവർക്ക് പറയുന്നത് പോലെ ഒരു സമയത്ത് ഫീൽ ചെയ്തു. ഓക്കെ, നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു, അവരോട് പ്രശ്നങ്ങൾ പറയുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്കുണ്ടായപ്പോൾ നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങൾ പറയാൻ താല്പര്യമില്ലാതായി. ഈ പ്രശ്നങ്ങൾ പറയാൻ നമുക്ക് താല്പര്യമില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയോട് നമുക്ക് സംസാരിക്കാനും വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ അവസ്ഥ വരുമ്പോൾ സ്നേഹം ഉണ്ടാവില്ല, റൊമാൻസ് ഉണ്ടാവില്ല, പ്രണയം ഉണ്ടാവില്ല, ഇഷ്ടമുണ്ടാവില്ല, അത് കുറഞ്ഞു വരും. അപ്പൊ രണ്ടുപേരും ഇത് മനസ്സിലാക്കണം. രണ്ടുപേരും ഇതിനൊരു കൗൺസിലിംഗ് എടുക്കണം. ഓൺലൈനിൽ കൗൺസിലിംഗ് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വരാം. പ്രോഗ്രാമിലേക്ക് വന്നോളൂ. പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാമിയ വി ക്യാൻ സോൾവ് ദിസ്. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ
ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അമീഷ എന്ന് പറഞ്ഞ ആള് നമ്മുടെ ടീം മെമ്പറാണ്, നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യും, മിഷയായിട്ട് സംസാരിക്കുക. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ബന്ധപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പർ താഴെ കൊടുത്തോളൂ. നിങ്ങൾക്ക് നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട് സംസാരിക്കാം. ഇന്നത്തെ ഈ കോച്ചിങ്ങിന് പുറമെ നിങ്ങൾക്ക് 1-to-1 കോച്ചിങ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംസാരിക്കുക, അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഐ എം ഹാപ്പി ടു ആൻസർ. നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, സോ മോർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ പാർട്ണർ, ഐ കുഡ് റിലേറ്റ് ലോട്ട് ഓഫ് ആസ്പെക്ട്സ്. നുസ്രത്ത് പറയുന്നു, അതായത് നമ്മുടെ പാർട്ണറുടെ മൈൻഡ് സെറ്റിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം, അതിലൂടെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. പറഞ്ഞത് തന്നെ പറഞ്ഞ് വെറുപ്പിക്കരുത് എന്ന് മനസ്സിലായി. യെസ്, ഒരുപാട് പറയരുത്, ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് സംസാരിക്കരുത്. അത് ട്രോമ റെസ്പോൺസ് ആണ്. നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് സംസാരിക്കുന്നത് നിൽക്കും. കാരണം ഒരാൾക്ക് കേൾക്കുന്നതിന് ഓവറായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓവർ ഷെയറിങ് എന്താണ്, നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഷെയർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിൽ ഷെയർ ചെയ്യാൻ നമുക്ക് ഓവറായിട്ട് ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയില്ല. നമ്മൾ സപ്രസ് ചെയ്തിരുന്നു. നമ്മൾ ഗുഡ് ഗേൾ ഓർ ഗുഡ് ബോയ് സിൻഡ്രോം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ ഒന്നും പ്രതികരിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിച്ചു, നല്ല കുട്ടിയായിട്ട്. സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓവർ ഷെയറിങ് സ്വഭാവം വരും. അഡൽട്ട് ആവുമ്പോൾ ഓവർ ഷെയർ ചെയ്യപ്പെടുക, ഓവറായിട്ട് സംസാരിക്കുന്ന സ്വഭാവം. കാരണം ചെറുപ്പത്തിൽ സംസാരിക്കാൻ അധികം സ്പേസ് കിട്ടിയില്ല. ഇപ്പോൾ വലുതായി സ്പേസ് കിട്ടി. ആരുടെ അടുത്താണ്? ജീവിത പങ്കാളിയുടെ അടുത്ത്. ജീവിത പങ്കാളിയെ നമ്മളെല്ലാവരും കാണുന്നത് നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാന്നുള്ള അവസ്ഥയിലാണ്. അത് ചില പുരുഷന്മാർ കാണുന്നുണ്ട്, ചില സ്ത്രീകൾ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളോടല്ലാതെ ആരോടാ ഞാൻ പറയാം, ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഡയലോഗ്. അത് സ്ത്രീ ആയാലും പുരുഷന്മാരും ചെയ്യുന്ന സംഗതിയാണ്. എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോട് ഇങ്ങനെ ചൂടാൻ പറ്റുമോ, ഇങ്ങനെ പറയാൻ പറ്റുമോ? ഓക്കെ, അല്ലെങ്കിൽ ചില സ്ത്രീകൾ പറയും, എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടാ പറയാൻ പറ്റുക. ഇതൊരു വിക്ടിം മെന്റാലിറ്റിയാണ്. അത് ഉപയോഗിക്കരുത്. അതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് യൂസ് ചെയ്യരുത്. അത് അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് ഹേർട്ട് യുവർ പാർട്ട്ണർ. യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് വേ, റൈറ്റ് amount. So heal yourselves and make secure attachment style. Everything will be okay. Amina Kutti, very good, fantastic. അപ്പൊ നമ്മുടെ സെഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് ഹീലിംഗ് ആണ്. ഹീലിംഗിനാണ് നമ്മൾ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് കേട്ടോ. മെൻസ് നീഡ് റെസ്പെക്ട് ആൻഡ് റെക്കഗ്നിഷൻ എന്നുള്ളത് മനസ്സിലാക്കി. ആൻഡ് വുമൻസ് നീഡ് കെയർ ആൻഡ് ഇന്റിമസി. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ബെറ്റർ റിലേഷൻഷിപ്പ്, ഫിസിക്കലി ടച്ച് സമയം കൊടുക്കുക. ഓക്കെ, ഫിസിക്കലി ടച്ചിന് സമയം കൊടുക്കണം. സീനത്ത് മനസ്സിലായി. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കലി നന്നായിട്ട് എന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യണം. എന്റെ ഡിവോഴ്സ് കഴിഞ്ഞില്ല, ദൗറി സിസ്റ്റം ആണ് പ്രോബ്ലം, ബട്ട് ലേറ്റ് ആകുന്നു. ജസ്റ്റില, ഡോണ്ട് വറി, എല്ലാം റെഡി ആയിക്കോളും. നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നോളൂ. നമുക്ക് ഹീൽ ചെയ്യാം, ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പെക്ട് കൊടുക്കുക. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഒരു ഡൗട്ട് ഉണ്ട് സന. ഓക്കെ, ഭർത്താവ് തെറ്റ് ചെയ്താൽ അതെങ്ങനെ എടുത്തു പറയാം? കുറ്റം പറയുമ്പോൾ ഇറിറ്റേറ്റ് ആകുന്നു. യെസ്, ഭർത്താവ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എടുത്തു പറയാം? എന്താണ്, ഏതൊരാൾ തെറ്റ് ചെയ്താലും എടുത്തു പറയുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ, അയാളുമായിട്ട് നിങ്ങൾക്ക് എന്ത് വെച്ചാല് നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അദ്ദേഹം കേൾക്കണം, പറ്റുമെങ്കിൽ അംഗീകരിക്കണം, തെറ്റിനെ അഡ്മിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അദ്ദേഹം തിരുത്തണം. എന്നിട്ട് നിങ്ങളുമായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതല്ലേ വേണ്ടത്? ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? തെറ്റ് പറയുമ്പോൾ അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം നിങ്ങളുടെ ഇടയിലുള്ള ബന്ധം വഷളാവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾ തെറ്റ് അവരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ഇതിനെ എതിർക്കുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ അവരുടെ ട്രോമ പ്രശ്നം കൊണ്ടാണ്. അതായത് നമ്മളുടെ തെറ്റുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മളിൽ അധികം ആൾക്കാർക്കും നമ്മളുടെ ചെറുപ്പത്തിലുള്ള ഇൻസെക്യൂരിറ്റി മോഡിലേക്ക് പോകും. ഇൻസെക്യൂരിറ്റി മോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ട്രോമ ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും, നമ്മൾ സേഫ് അല്ല എന്ന് ഫീൽ ചെയ്യും, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും. പണ്ട് നമ്മൾ കളവോ മിസ്റ്റേക്കോ ചെയ്ത സമയത്ത് പിതാവോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ നമ്മളെ പിടിച്ച് അടിച്ച ഉപദ്രവിച്ച അതേ ഫീലിംഗിലേക്ക് പോകും, അന്നത്തെ ട്രോമയിലേക്ക് പോകും. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേടിയിലാണ് മൊത്തം. അപ്പൊ നമ്മുടെ ബോഡി ഒരു ഡിഫൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യും. ഡിഫൻസ് മോഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിക്ക് അതിനെ എതിർക്കണം, നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യണം. അതിന് കളവ് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ചൂടാകും, എതിർക്കും. അപ്പൊ എന്താവും? ഈ ചൂടാകുന്ന സമയത്ത്, എതിർക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ചോദ്യം ചെയ്ത ആൾ ചോദ്യം ചെയ്യൽ നിർത്തും, അല്ലെങ്കിൽ അയാൾക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന റെസ്പോൺസ്. ഇയാൾക്ക് പോലും താല്പര്യമില്ല. ഇയാൾ ഓൾറെഡി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇയാൾക്ക് തന്നെ അറിയാം അത് തെറ്റാണ് എന്നുള്ളത്. അയാൾ അത് ഓൾറെഡി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്മിറ്റ് ചെയ്തതിന്റെ അടയാളമാണ് എന്ത്?
തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അയാൾക്കത് മനസ്സിലായിട്ടുണ്ട്, അതിന്റെ അടയാളമാണ് അയാൾ എതിർക്കുന്നത്. ഓക്കെ, തെറ്റ് ചെയ്ത ആൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത് നമുക്ക് വേണ്ടിയിട്ട് അയാൾ അഡ്മിറ്റ് ചെയ്യണം, എന്നിട്ട് അയാളെ തിരുത്തണം എന്നുള്ളത് നമ്മുടെ ആവശ്യം. അത് വേണ്ട. നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുക, പക്ഷേ ഇത് അയാൾ സ്വീകരിക്കുന്ന രൂപത്തിലും അഡ്മിറ്റ് ചെയ്യുന്ന രൂപത്തിലും എങ്ങനെ നമ്മൾ തെറ്റ് പറയണം, അതിനെ ഡിഫറെന്റ് ആയിട്ട് പാക്കേജ് ചെയ്യണം. അതിനെ പറയും മാർക്കറ്റിംഗ് എന്നാണ്. അതായത് അവരെന്ത് ചെയ്യണം, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ കൊടുക്കണം. ആദ്യം നല്ലത് പറയണം. നല്ലത് പറഞ്ഞിട്ട് ഇത് പറയാൻ പാടില്ല. നമുക്ക് നല്ലത് പറയാനുള്ള താല്പര്യം നമുക്കില്ലെങ്കിൽ, അതിനുള്ള ക്ഷമ നമുക്കില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളുടെ ഉദ്ദേശം, നമുക്ക് അയാളോട് തോന്നിയ ആ വെറുപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ അത് തെറ്റ് ചെയ്തതിലുള്ള വെറുപ്പ്, അത് വെന്റ് ചെയ്യുക, അത് അങ്ങോട്ട് ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ റിലേഷൻഷിപ്പ് നന്നാവുക എന്നുള്ളതല്ല. നമ്മളും ഒരു ട്രോമ റെസ്പോൺസിൽ നിന്ന്, ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന്, ഒരു വെറുപ്പിൽ നിന്ന്, ഒരു വേദനയിൽ നിന്ന് ഷെയർ ചെയ്യരുത്. നമ്മൾ കറേജിൽ നിന്നും, കാംനെസ്സിൽ നിന്നും, ശാന്തതയിൽ നിന്നും, എന്താ പറയുക, ഒരു 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 കാമായിട്ടുള്ള സ്പേസിൽ നിന്ന്, നമ്മൾ ഹീൽഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ സ്നേഹത്തിന്റെ സ്പേസിൽ നിന്ന് ഷെയർ ചെയ്യണം. അയാൾ ശരി. അപ്പൊ അതെങ്ങനെ ഷെയർ ചെയ്യുക? അപ്പൊ അയാളെ അഭിനന്ദിക്കണം. ഏതൊരാൾക്കും അയാളുടെ ശരീരത്തിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഹാപ്പി ഹോർമോൺ ക്രിയേറ്റ് ചെയ്തിട്ട്, സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് നല്ല അഭിനന്ദനം കൊടുത്തു നോക്കൂ. നല്ല കാര്യങ്ങൾ പറയാം. നിങ്ങൾ നല്ല രീതിയിൽ ഇനി കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറയാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇതൊന്നും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആൾ അധികം എതിർക്കൂല. കാരണം ആദ്യം നല്ലത് പറഞ്ഞ ആളല്ലേ, അയാൾക്ക് എതിർക്കാൻ കഴിയൂല. ചെറിയ കുട്ടികൾ എന്താ വെച്ചാൽ, നിങ്ങൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നില്ല, കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ അവനെ വഴക്ക് നിങ്ങൾക്ക് പറയണം. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയും. എന്ത്, നിനക്ക് എപ്പോഴും കളിയാണ്, കളിയുടെ ചിന്തകളോടൊന്നും പറഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് ചൂടാകും. അപ്പൊ എന്ത് സംഭവിക്കാം? അവന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ഹോർമോൺസ് അധികം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ പറഞ്ഞിരിക്കുന്ന കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. മറ്റുള്ള കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും. സ്ട്രെസ് ആണ് വരിക. ഉടനെ എന്ത് ചെയ്യും? അവന്റെ ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. പിന്നെ ഒന്നും പറയുന്നത് സ്വീകരിക്കില്ല, എതിർക്കുന്ന ഒരു ഡിഫൻസ് മോഡിലേക്ക് പോകും. ഓക്കെ, അതിന് പകരം അവിടെ നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് അപ്രീസിയേഷൻ കൊടുക്കുക, സെറട്ടോണിൻ വർദ്ധിപ്പിക്കുക, അതേപോലെ ഡോപ്പമീൻ വർദ്ധിപ്പിക്കുന്ന ഒരു ഇതിൽ എന്താ വെച്ചാൽ സംസാരിക്കാം. എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് സ്കൂളിൽ പോകാറുണ്ട്, ഇന്ന ചെയ്ത കാര്യങ്ങൾ, അവൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇനിയും കാര്യങ്ങൾ, അപ്പൊ ചെയ്ത് നല്ല കാര്യങ്ങൾ ജെന്യൂനായിട്ട് പറയണം. എന്നിട്ട് പറയാം, പക്ഷെ മോനെ നീ പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല, നിനക്ക് കുറച്ച് കളിയും സംഗതികളൊക്കെ കൂടിയിട്ടുണ്ട്, ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറയാറുണ്ട്. അവനെ എതിർക്കാൻ പറ്റൂല, കാരണം നന്നായിട്ട് അവൻ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുമ്പോൾ അപ്പൊ അതെന്ന് വെച്ചാൽ അങ്ങനെ എതിർക്കാൻ പറ്റില്ല, സ്നേഹം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സംഗതി പറയുമ്പോൾ ഇതിനുള്ള ക്ഷമ നമുക്കില്ലാത്തതിന്റെ കാരണം എന്താ? ഇത് കൊടുക്കാനുള്ള ക്ഷമ നമുക്കില്ലാത്ത എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അതാണ് ഈസി. അത് ഈസി ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഡ്രോമ ഉണ്ട്, നമ്മുടെ ഡ്രോമയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഈസി അല്ല. നമുക്ക് ഈ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ് നന്നായിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് കുറ്റബോധം തോന്നുക, റൈറ്റ്? അവർ വിഷമിച്ചിരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നും. അപ്പൊ അത് ആ ട്രോമ സൈക്കിളിൽ ടോക്സിക് ആണ്, അത് ശരിയല്ല. നമ്മൾ ഹീൽ ചെയ്യേണ്ടത് ഹീൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വെച്ചു. സോ ദാറ്റ്സ് ദ വേ യു ക്യാൻ ഡു ഇറ്റ്. ഇറിറ്റേറ്റ് ആകാതെ അവർ കേൾക്കും. അത് കുറച്ച് ദിവസങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരും, പക്ഷെ പണിയാണ്. അതാണ് ഞാൻ പറയുന്നത്, കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അത് അതിന് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അതിന് നിന്നാൽ മതി. മാരേജ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ ഇതൊരാകെ അടിയും പ്രശ്നവും വഴക്കും കുത്തുകുത്തും ഇടി കച്ചറിയും പ്രശ്നങ്ങളായിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിലേറെ ഇതാണ്. ഇതേപോലെ ഒരെണ്ണം നമ്മൾ കല്യാണം കഴിച്ചത് നമ്മളെത്ര നമുക്ക് മാനേജ് ചെയ്യാൻ വയ്യ. ആ സമയത്ത് നമ്മൾ വേറെ ആളെയും കൂടി നമ്മളെ കൂട്ടിയിട്ട് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നിന്നെയും കൂടി ഏറ്റെടുത്തോളാം, നിന്റെ എല്ലാ ദുഃഖത്തിലും വിഷമത്തിലും ഞാൻ കൂടെ ഉണ്ടാവും. നമ്മളുടെ ദുഃഖത്തിലല്ല, നമ്മുടെ വിഷമത്തിൽ നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ ആകെ പിടുത്തം വിട്ട് നടക്കുകയാണ്. ആ സമയത്താണ് ഒരാളെയും കൂടി കൂടിയിട്ട് അയാളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കില്ല. അങ്ങനെ അയാളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് രണ്ടും കൂടെ ആവുമ്പോൾ നമ്മൾ വല്ലാണ്ടാവും. ഈ സമയത്താണ് 2-3 മക്കൾ ഉണ്ടാകുന്നത്, അവരുടെ പ്രശ്നങ്ങളും പിന്നെ. അപ്പൊ എന്ത് ചെയ്യണം? ഹീലിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടിയാണ്. അത്യാവശ്യം നല്ല ക്ഷമ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കൂടുതൽ മക്കളെ എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ലോകത്തേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളെ വർക്ക് ചെയ്യാൻ, നമ്മളുടെ ക്ഷമ വർക്ക് ചെയ്യാൻ, നമ്മളുടെ ഹീൽ ചെയ്യാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ ഈ പണിക്കൊന്നും നിൽക്കരുത്. ഹീലിങ്ങിലൂടെ കടന്നു പോകണം. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്ത് നമ്മൾ ക്ഷമ ഡെവലപ്പ് ചെയ്ത് അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് അപ്രീസിയേഷൻ കൊടുത്ത് ഇത് വർക്ക് ചെയ്ത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് എത്ര മക്കളുണ്ടോ അത്ര കണ്ട് നമ്മൾ വലുതായി പ്രായമാകുന്ന സമയത്താണെങ്കിൽ പോലും
നമ്മുടെ ജീവിതം ഒരു സന്തോഷപൂർണ്ണമാകും, ഭയങ്കര രസമായിരിക്കും ആ വീട് എന്ന് പറയുന്നത്. പക്ഷെ അത് ഹെൽത്തി അല്ലെങ്കിൽ നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്തില്ലെങ്കിൽ ആ വീട് നരകമായി മാറും. ആ പാർട്ണർഷിപ്പ്, ആ ജീവിതം നരകമായി മാറും. അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യണം? മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കണം. എനിവേ, കൗൺസിലിങ്ങിന് അവർക്ക് താല്പര്യമില്ല, അതൊക്കെ താല്പര്യം വന്നോളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? കൗൺസിലിംഗ് എടുക്കുക, തെറാപ്പി ചെയ്യുക, ഹീലിംഗ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എനർജി ചേഞ്ച് ആകും. അപ്പൊ ഓപ്പോസിറ്റുള്ള ആൾ ചേഞ്ച് ആയി വരും. നോക്കിക്കൊണ്ടു, അങ്ങനെ സംഗതി ഉണ്ട്. മാജിക് ആണ്, മിറക്കിൾ ആണ്. വൈഫ് പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇമോഷണലി പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പ്രയാസമാണ് ഫജിരി. കാരണം നിങ്ങൾ ലോജിക്കലി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ്. കേട്ടിരുന്നാൽ മതി, ഇമോഷണലി ഒന്നും സംസാരിക്കേണ്ട. എന്താ ഇപ്പൊ ഇവളോട് പറയാ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കും. അധിക പുരുഷന്മാരുടെ അവസ്ഥ എന്താ പറയുക? എന്താ പറയേണ്ടതെന്നല്ല. എന്നാൽ സ്ത്രീകൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കും, എന്നോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിൽ. അപ്പൊ ഏറ്റവും നല്ലത് ഒന്നുമില്ല, സാറല്ല എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും ബുദ്ധിപരമായ ആൻസർ അതാണ്. സാരമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാ. ഏറ്റവും നല്ലത് അതാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി വരും കേട്ടോ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, വെരി ഗുഡ്. സത്യം പറഞ്ഞാൽ സലാം പറയാൻ പോലും ഒരു ചമ്മൽ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ കളയണം. 15 വർഷമായി, അത് റെഡി ആവണം. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിലേക്ക് വരും. വറീഡ് ആവണം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും എന്നാണ് എനിക്ക് ഫൈനലി പറയാനുള്ളത്. ഫാമിലി കൗൺസിലിംഗ് വിളിച്ചാൽ വരില്ല, അവർക്ക് പ്രോബ്ലം ഒന്നുമില്ല, എനിക്കാണ് പ്രോബ്ലം എന്ന് പറയുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ എന്തെങ്കിലും കൗൺസിലിങ്ങിന് വരൂ. എന്നിട്ട് നിങ്ങൾ കൂടുതൽ കൗൺസിലിംഗ് എടുത്തിട്ട് അല്ലെങ്കിൽ തെറാപ്പി ഒക്കെ ചെയ്തിട്ട് നിങ്ങളത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് വരും. ആ സ്ട്രെങ്ത് വരും, നിങ്ങൾക്ക് നല്ല ബുദ്ധി വരും, നല്ല ക്ഷമ വരും, സംഗതികൾ വരും, നല്ല ഐഡിയാസ് വരും. ഇതൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐഡിയാസ് കിട്ടും. അങ്ങനെ ട്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഹീലിംഗ് സെഷൻ ഉണ്ട്. നമുക്കിപ്പം ഇത് സംസാരിച്ചാൽ അത് തീരൂല, ബാക്കി നാളെ സംസാരിക്കാം. ഇതാണ് ഇതിന്റെ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത. അതാണ്, പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ല, സങ്കടങ്ങൾ തീരുന്നില്ല കേട്ടോ. സ്നേഹത്തോടെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ അവസാനിപ്പിക്കാം. ആയിഷ നസാൻ പറയുന്നു, ഹസ്ബൻഡിന് ആൾ കുറച്ച് പാവമാണ്, അത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മൂപ്പരോട് കുറച്ച് ബോൾഡ് ആവണം എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ മൂപ്പർ അതിൽ ഒരു ചേഞ്ച് വരുന്നില്ല. എനിക്കാണെങ്കിൽ ബോൾഡ് ആവുന്നതിന് ഇഷ്ടം. എന്താണ് സൊല്യൂഷൻ? ആളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹീലിങ്ങിന് കൊണ്ടുവരണം. കാരണം ചില ആൾക്കാർ, പുരുഷന്മാർ വല്ലാണ്ട് ട്രോമയിലൂടെ കടന്നു പോയിട്ട് അവർ പാവമായി മാറിയിട്ടുണ്ട്. അവർക്ക് സഹിക്കാൻ കഴിയാതെ അവരെല്ലാവരും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് വെച്ചാൽ അവർ ബോൾഡ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി അവർ ഹീലിംഗ് ചെയ്യണം. ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ബോൾഡ് ആയിട്ട് അവർക്ക് അവരുടെ യഥാർത്ഥ മാസ്കുലിൻ സ്ട്രെങ്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇപ്പൊ അവർ കുറച്ചൊക്കെ ഒന്ന് വെച്ചാൽ വല്ലാണ്ട് പെയിനിലൂടെ കടന്നുപോയി ഒതുങ്ങിപ്പോയതാണ്. അത് ചിലപ്പോ മാരേജിന് മുൻപേ അവർ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. വാട്ട് എവർ ഈസ്, ഒന്നും ഒരു പ്രശ്നമല്ല. ഇറ്റ്സ് ഓക്കെ. അവരെ ബോൾഡാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരതിന്റെ ഹീലിങ്ങിലൂടെ കടന്നു പോകണം. പെയിനിലൂടെ കടന്നുപോയി കുറെ ആൾക്കാർ ഇല്ലാണ്ടാവും, വല്ലാണ്ട് വീക്കായി പോകും. ഒരുപാട് പെയിനിലൂടെ. ചില ആൾക്കാർ വല്ലാണ്ട് ടോക്സിക് ആയി. ഇതിലേതാ സംഭവിക്കാൻ അറിയില്ല, രണ്ടും സംഭവിക്കും. വല്ലാണ്ട് ടോക്സിക് ആയിട്ട് ഓവറായിട്ട് എന്താ പറയുക, ആൾക്കാർ മെക്കിട്ട് കയറുന്ന സ്വഭാവമുണ്ട്. ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയും. മറ്റുള്ളവരെന്താ വെച്ചാൽ ഓവറായിട്ട് എന്താ വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ഓവറായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ സംഗതികൾ. ചില പുരുഷന്മാരെന്താ വെച്ചാൽ എന്തല്ല വല്ലാണ്ട് വീക്കായി പോകും. അത്രയ്ക്കും പെയിനും സംഗതികളും അനുഭവിച്ച് ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും, ആ ലെവലിൽ. ഇത് ഏതാണ്? രണ്ടിന്റെയും മിക്സ് ഉള്ളവരുടെ ഇടയ്ക്ക് ഭയങ്കര പാവമായിരിക്കും, ഇടയ്ക്ക് ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യണം. ഹീലിംഗിലൂടെ കടന്നു വരിക. പ്രോഗ്രാമിലേക്ക് വരും. 20-ാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്പറിൽ വിളിക്കുക കേട്ടോ. സോ സീ യു ടുമോറോ. നാളെ കാണാം. സംസാരിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല സർ. ഓക്കെ, സുൽഫിയ, വറീഡ് ആവണ്ട, നമുക്ക് സംസാരിക്കാം, നാളെ സംസാരിക്കാം കേട്ടോ. EFT ചെയ്യാത്തവർ ജോയിൻ ചെയ്യൂ. ചെയ്യേണ്ടതുണ്ടോ? സെയിം ക്ലാസ് ആണോ? EFT ചെയ്തവർ ചെയ്യേണ്ടതുണ്ടോ? സെയിം ക്ലാസ് അല്ല. EFTയിലെ ഹീലിംഗ് മെത്തേഡ്സ് വരുന്നുണ്ട്, പക്ഷേ ഡിഫറെന്റ് ഡെപ്തിലാണ് ക്ലാസ് വരുന്നത്. ഡെപ്ത് ഡിഫറൻസ് ആണ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ടോപ്പിക്സും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അവയർനെസ്സും കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും റിലേഷൻഷിപ്പിനെ കുറിച്ച് കേട്ടോ. റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സംഗതികളുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ സീ യു ടുമോറോ. നാളെ